കൊക്കക്കോള ആദ്യമായിട്ട് ഈ നമ്മൾ കാണുന്ന സാന്റാക്ലോസ് വൈറ്റ് സാന്റാക്ലോസ് ആയിരുന്നു ഒരു കാലഘട്ടം വരെ. വൈറ്റ് സാന്റാക്ലോസിനെ കൊക്കക്കോള തീരുമാനിക്കുന്നു, ഞങ്ങളിതിനെ റെഡ് ഇടിച്ചിട്ട് ഒരു പ്രാവശ്യം കാണിക്കണേ. ആക്ച്വലി ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഇതിന് ഉണ്ടാവും എന്ന് തീരുമാനിച്ചിട്ടൊന്നുമല്ല കൊക്കക്കോള ആദ്യമായിട്ട് റെഡ് സാന്റാക്ലോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ പക്ഷേ ഒരിക്കലും അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലോകത്താകമാനം സാന്റാക്ലോസ് റെഡായി. ഇപ്പം നമ്മൾ കോളേജുകളിൽ റെഡ് ഷർട്ടും റെഡ് തൊപ്പിയും റെഡൊക്കെ ഇട്ടിട്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് മുന്നിൽ കൊക്കക്കോള പോലൊരു ബ്രാൻഡിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ്. ഹിറ്റ്ലറും ഗീവൽസും ഉണ്ടാക്കിയതാണ് അഡ്വർടൈസിങ്ങിൻ്റെ ഏറ്റവും വലിയ പാഠം. നമ്മൾ ഏത് അഡ്വർടൈസിങ് സ്കൂളിൽ പഠിച്ചാലും ഗീവൽസിനെ ഒന്ന് സൂക്ഷ്മമായിട്ട് പഠിക്കാതെ നല്ല അഡ്വർടൈസിങ് ഉണ്ടാക്കാൻ കഴിയും. ഹിറ്റ്ലർ ഒരു സമയത്ത് റൂമിനകത്ത് പേടിച്ചിരിക്കുകയും പുറത്തിറങ്ങി വന്ന ഇമോഷൻ, ഹിറ്റ്ലറുടെ പ്രസംഗം നിങ്ങൾ നമുക്ക് ജർമ്മനൊന്നും മനസ്സിലാവണ്ട, പുള്ളി അതങ്ങോട്ട് പൊളിച്ചടുക്കണം. എന്താ പറയുക, പുള്ളി പറയുന്നത് എന്താണെന്ന് മനസ്സിലാവണ്ട, മുഖത്തും ശരീരത്തിലും ജനം പുള്ളി പറയുന്ന മൊത്തം മണ്ടത്തരാന്ന് കേട്ടൊക്കെ അറിയാം. ആര്യൻ വർഗമെന്ന് പറയുന്നത് ലോകത്തെ സുപ്രീം മതമൊന്നല്ല, സുപ്രീം വർഗമല്ല എന്നും ഇതൊക്കെ ലോകത്ത് എല്ലാവർക്കും അറിയാം. അവിടെ കേട്ട് നിന്ന് ലോകത്ത് എല്ലാവർക്കും അതറിയാം. പക്ഷേ അതിൽ കാണിക്കുന്ന ഒരു ഇമോഷണൽ, ഞാൻ പറയുന്ന കാര്യത്തിൽ ഞാൻ കൺവിൻസ്. പിന്നെ ഹിറ്റ്ലർ അങ്ങോട്ട് അങ്ങോട്ട് അലക്കുകയാണ്. അതിൽ ഇമോഷൻസ് അങ്ങോട്ട് വാരി വിതറും, ജനം കൈയടിച്ചു പോകും. ഗാന്ധിയുടെ ബ്രാൻഡിങ് എന്തായിരുന്നു? ബുദ്ധൻ ചെയ്തവരെ നടക്കുക, ഭയങ്കര വേഗത്തിൽ നടക്കുന്നത്, വേറെ ആർക്കും നടന്നെത്താൻ പറ്റില്ല. അപ്പോൾ ഗാന്ധി എനിക്ക് സംസാരിക്കാൻ അറിയില്ല എന്നുള്ളത് ഗാന്ധി ഡ്രസ്സ് അങ്ങനെ ബ്രാൻഡ് ചെയ്തു. ഗാന്ധി ഭയങ്കര കൃത്യമായിട്ട് അയാളുടെ ബ്രാൻഡിങ്ങിൽ ശ്രദ്ധിച്ച ഒരാളാണ്. അപ്പോൾ ഈ ബ്രാൻഡിങ് എന്ന് പറയുന്നത്, ഞാൻ ഒരിക്കലും ബ്രാൻഡുകളിലോ പ്രൊഡക്റ്റുകളിലോ അല്ല ബ്രാൻഡിങ് ആണ്. എങ്ങനെ ഇവരെ ട്യൂൺ ചെയ്യുന്നു. എത്ര വർഷങ്ങൾ ഗാന്ധി ഷർട്ടിട്ടുണ്ടാവില്ല, കൊതുകടിച്ചിട്ടുണ്ടാവില്ലേ? അപ്പോൾ എന്നിട്ട് കൊതുകടി കൊണ്ടുപോയാലും ശരി, ഞാൻ എൻ്റെ ബ്രാൻഡ് മാറ്റൂല. അപ്പോൾ ഗാന്ധിയുടെ ഉള്ളിൽ കടന്നു പോയിട്ടുള്ള ഒരു തോട്ട് ഇതൊക്കെ തന്നെ ആയിരിക്കും. ഹലോ ആൻഡ് വെൽക്കം ടു QCDA ടോക്സ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ബ്രാൻഡ് സ്വാമിയാണ്. തൻ്റെ സിദ്ധി കൊണ്ട് ഒരുപാട് ബിസിനസ്സുകളുടെ തൻ്റെ കരസ്പർശം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയ ബ്രാൻഡ് സ്വാമി. നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ ബ്രാൻഡ് സ്വാമിക്കും ഒരുപാടധികം പ്രത്യേകതകളുണ്ട്. ക്രിയേറ്റീവ് ഏജൻസി എന്ന് വിളിക്കാത്ത, അതുപോലെ തന്നെ അവാർഡ്സുകളിൽ നോമിനേഷൻസ് കൊടുക്കാത്ത, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോസുകളൊന്നും തന്നെ നിങ്ങൾക്ക് ബിഹാൻസിൽ കാണാൻ വേണ്ടി പറ്റില്ല. ഇനി ഒരു 2 വരി എഴുതാനാണെങ്കിൽ അദ്ദേഹം രാത്രികൾ ചെലവഴിക്കാൻ വേണ്ടി റെഡിയാണ്. കാരണം പേർപ്പസ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഫോർമോസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉള്ളത്. നമ്മൾ ഇക്കാലം ഓർത്ത് വെക്കുന്ന പേടിഎമ്മിൻ്റെയും സാംസങ്ങിൻ്റെയും മലബാർ ഗോൾഡിൻ്റെയും മിഡിവിക്സിൻ്റെയും അങ്ങനെ പേര് പറഞ്ഞാൽ തീരാത്ത അത്രയും ബ്രാൻഡുകളുടെ കൂടെ കഴിഞ്ഞ ഒരുപാട് വർഷക്കാലമായിട്ട് ബ്രാൻഡ് സ്വാമി വർക്ക് ചെയ്യുന്നു. ഇന്നത്തെ ദിവസം കോണ്ടന്റ് മാനുഫാക്ചറിംഗ് കമ്പനിയുടെ സ്റ്റുഡിയോയിൽ അദ്ദേഹത്തെ കൊണ്ടെത്തിക്കാൻ സാധിച്ചതിൽ ഞങ്ങളുടെ ഈ പോഡ്കാസ്റ്റ് വളരെ ധന്യമാകുമെന്ന് കരുതുന്നു. ബ്രാൻഡ് സ്വാമി, ആ പേര് അല്ലെങ്കിൽ അതിൽ തന്നെ ഉണ്ട്. എന്താണ് ബ്രാൻഡുകൾക്ക് സ്വാമിയുടെ സേവനങ്ങൾ, അല്ലെങ്കിൽ സ്വാമി ബ്രാൻഡുകൾ എങ്ങനെയാണ് മാറ്റം വരുത്തുന്നത് എന്നുള്ളതൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും. ആരാണ് ഈ ബ്രാൻഡ് സ്വാമി എന്നുള്ളത്? ഓക്കെ, ഈ ബ്രാൻഡ് സ്വാമി എന്നുള്ള പേരിടുന്നതിൻ്റെ പിന്നിൽ ഞാൻ ഒരുപാട് വർഷം മുമ്പാണ് ബ്രാൻഡ് സ്വാമി എന്നുള്ള പേരിലേക്ക് വരുന്നത്. ബ്രാൻഡ് സ്വാമി എന്നുള്ള കമ്പനി ഫോം ചെയ്തിട്ട് ഇപ്പോൾ ഒരു 4 വർഷമായിട്ടുള്ളൂ. പക്ഷേ എന്തുകൊണ്ട് ബ്രാൻഡ് സ്വാമി എന്ന് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ബ്രാൻഡ് ക്രിസ്ത്യൻ മതമാണ്. അതിനേക്കാൾ മുമ്പുണ്ടായ ലോകത്തെ ഏറ്റവും വലിയ ബ്രാൻഡ് ബുദ്ധമതമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഇപ്പം നമ്മൾ ലോകത്തെ ക്രിസ്ത്യൻ മതത്തെ ബിൽഡ് ചെയ്യുന്നത് സ്റ്റോറികളാണ്, രസകരമായ കഥകളാണ്. യേശു ക്രിസ്തു എന്ന് പറയുന്നത് ചരിത്രപരമായി നീണ്ട തലമുടിയുള്ള ഒരാളായിരിക്കാൻ യാതൊരു സാധ്യതയില്ല. മിഡിൽ ഈസ്റ്റിൽ ജനിച്ചു ഈ നമ്മുടെ ജെറുസലേമിൽ വളർന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും ഇപ്പം നമ്മൾ കാണുന്ന യേശു ക്രിസ്തുവിൻ്റെ മുഖാവാൻ ഒരു സാധ്യതയില്ല. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് സപ്പർ എന്ന് കേട്ടിട്ടുണ്ട്. ഈ ലാസ്റ്റ് സപ്പർ ഈ പാസ് ഓവർ മീൽ എന്ന് പറയുന്ന ജ്യൂസിൻ്റെ ഇടയിലുള്ള ഒരു കൾച്ചറാണ്. അത് എല്ലാ ജ്യൂസ് ഫാമിലിയിലും ഇപ്പോഴും നടക്കുന്ന ഒരു കൾച്ചറാണ് ഈ ലാസ്റ്റ് സപ്പർ. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് പറയുന്ന പാസ് ഓവർ മീൽസ് എന്ന് പറയുന്ന അതിനെ ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്ന ഒരു സ്റ്റോറിയിലേക്ക് ബിൽഡ് ചെയ്തെടുക്കുന്ന അങ്ങനത്തെ ഒരുപാട് സ്റ്റോറികൾ. അതിനൊരു ഐക്കൺ ഉണ്ടാവുന്നു, ഒരു ക്രോസ് എന്ന് പറയുന്ന ഒരു ഐക്കൺ ഉണ്ടാവുന്നു. അതിന് വായിക്കാൻ ബൈബിൾ എന്ന് പറയുന്ന വളരെ രസകരമായ കഥകളുള്ള, വളരെ ഇക്ലിപ്പെടുത്തുന്ന കഥകൾ, ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം കഥകൾ എന്ന് പറയുന്നത് എഴുതുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവണം എന്തുകൊണ്ട് വീഞ്ഞ് ഉണ്ടാക്കുന്നു. വീഞ്ഞുണ്ടാക്കുന്നതിന് പകരം അവിടെ മെഡിസിൻ ഉണ്ടാക്കായിരുന്നു. ഈ വീഞ്ഞ് വളരെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള സാധനമാണ്. അതിനകത്ത് ആ ഇമോഷണൽ ഫാക്ടർ ആയതുകൊണ്ടാണ് വീഞ്ഞ് എന്ന കഥ രൂപപ്പെടുന്നത്. യേശു വീഞ്ഞുണ്ടാക്കിയോ ഇല്ലയോ എന്നുള്ളതിലേക്കല്ല ഞാൻ പോകുന്നത്. പക്ഷേ ഇതൊരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു ആസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ വളരെ രസകരമായ കഥകളിലൂടെയാണ് ലോകത്തെ എല്ലാ മതങ്ങളും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ബുദ്ധം ശരണം ഗച്ഛാമി എന്ന് പറഞ്ഞാൽ ബുദ്ധൻ്റെ രസകരമായ കഥയാണ്. ബുദ്ധൻ ഒരിക്കലും ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്ത ഒരാളല്ല.
ബുദ്ധൻ്റെ വാക്കിംഗ് മെഡിറ്റേഷനും ബുദ്ധൻ ഇരുന്നും നിന്നും കിടന്നും മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നടന്നിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഈ ബുദ്ധൻ്റെ ആത്മകഥ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അതിൽ രസകരമായൊരു സാധനം, ബുദ്ധൻ രാവിലെ എഴുന്നേറ്റിട്ട് കയ്യിലൊരു ബൗളുമായിട്ട് അങ്ങനെ നടക്കും, ബാക്കിൽ അനുയായികളും നടക്കും. അങ്ങനെ എല്ലാവരും നടക്കും. ഓരോ വീട്ടിലും കയറി വെറുതെ ഈ പാത്രം ഫ്രണ്ടിലേക്ക് കാണിക്കും. എന്തെങ്കിലും കിട്ടിയാലും ഇല്ലെങ്കിലും അതേ മുഖഭാവത്തോടൊരു തിരിച്ചു പോവുകയും ഈ പാത്രം നിറഞ്ഞാൽ ഒരു പട്ടാളം മാർച്ച് പാസ്റ്റ് ചെയ്യുന്ന പോലെ തിരിച്ചു പോവുകയും ചെയ്യും. ഇതൊരു ഭയങ്കര ഒരു അച്ചടക്കത്തോടു കൂടി ഇവരിങ്ങനെ നടക്കുകയാണ്. ഈ നടത്തമാണ് ബുദ്ധമതത്തെ ക്രിയേറ്റ് ചെയ്തത്. അതിനകത്തൊരു എല്ലാ ദിവസം രാവിലെ ഇവർ നടക്കും. എല്ലാ ദിവസം രാവിലെ ഒരു സമയം കഴിഞ്ഞാൽ ഇപ്പോൾ 7 മണി ഫോർ എക്സാമ്പിൾ, 7 മണിക്ക് ഇവരിങ്ങനെ നടക്കും, എന്നിട്ട് തിരിച്ചു പോകും. ഈ ഒരു റിപ്പീറ്റേഷനാണ് ബുദ്ധമതത്തെ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈ കൺസിസ്റ്റൻസി സ്ഥിരമായി ഇത് ചെയ്യണം. ഒരു ദിവസം ചെയ്തിട്ട് കാര്യമില്ല. എത്രയോ വർഷങ്ങൾ ബുദ്ധനും അനുയായികളും നടന്ന് അവർ ഒരു ബാംബു മൊണസ്ട്രിയാണ് ആദ്യമായിട്ട് ബുദ്ധമതം ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരുണ്ടാക്കുന്ന ബുദ്ധമത മൊണസ്ട്രിയിലേക്ക് ആളുകൾ വരുന്നു. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായ ബ്രാൻഡുകളുടെ ഒരു സ്ട്രക്ചറുണ്ട്. അതങ്ങനെ ഏത് മതത്തെ നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കിയാലും ഇപ്പം നമ്മൾ പറയുന്ന, എനിക്ക് തോന്നുന്നത് 1925 ശേഷമൊക്കെയാണ് ഹിന്ദുൽബേക്ക് വരുന്ന കാലഘട്ടത്താണ് ഈ ഭഗവത്ഗീത എന്ന് പറയുന്ന ഒരു സാധനത്തിന് കൂടുതൽ ഫോക്കസ് വരുന്നത്. എത്രയോ ലക്ഷക്കണക്കിന് ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തിൽ നിന്ന് ഒരു പോർഷൻ എന്താവുകയാണ്, ഒരു പോർഷൻ ഫോക്കസ്ഡ് ആവുകയാണ്. അപ്പോൾ ഈ ഫോക്കസ്ഡ് ആവുന്നതോടുകൂടി അതിലേക്ക് ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പോൾ ഇത്തരത്തിൽ മതങ്ങൾക്കൊരു സ്ട്രക്ചറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ബ്രാൻസ്വാമിയുടെ എബൌട്ട് അസ് എഴുതിയ സമയത്ത് ഞാൻ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ഒരു ബ്രാൻഡ്സ് ഓൾസോ നീഡ് സ്ട്രൈൻസ്, ടെമ്പിൾസ് ആൻഡ് പ്രീസ്റ്റ്, ബ്രാൻഡ്സ് ആൻഡ് ബി ക്യാൻ ബി വൺ ഓഫ് ദം എന്ന് പറഞ്ഞിട്ടാണ് ആക്ച്വലി ഈ ബ്രാൻസ്വാമിയുടെ തുടക്കം. മതങ്ങൾ ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് ഉണ്ട്. 1.4 ബില്യൺ ആളുകൾ, ഏകദേശം 140 കോടി ആളുകൾ ക്രിസ്ത്യ മതത്തിൽ വിശ്വസിക്കുന്നുണ്ട്. എവിടെയോ ആരോ പറയുന്ന ഒരു കഥയിലാണ് ഇവരെ കോർത്തിണക്കി നിർത്തിയിരിക്കുന്നത്. ഒരു കഥയാണ്, ഒരു കഥയിൽ ഇവരെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ്. ഈ കഥ എല്ലാ ദിവസവും കൃത്യമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കഥയാണ്. പള്ളിയിൽ മണിയടിക്കുമ്പോൾ അതിലേക്ക് ഉണരുന്ന ഒരു ആത്മബോധത്തിൽ നിന്നാണ് ഈ സാധനം ഉണ്ടാകുന്നത്. അപ്പോൾ കഥയുടെ ഒരു സൗന്ദര്യം അതാ. അപ്പോൾ ഇതെന്തുകൊണ്ട് ബ്രാൻഡുകൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല? കൊക്കക്കോളയ്ക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത്, കൊക്കക്കോള ആദ്യമായിട്ട് ഈ നമ്മൾ കാണുന്ന സാന്റാക്ലോസ് വൈറ്റ് സാന്റാക്ലോസ് ആയിരുന്നു ഒരു കാലഘട്ടം വരെ. വൈറ്റ് സാന്റാക്ലോസിനെ കൊക്കക്കോള തീരുമാനിക്കുന്നു, ഞങ്ങളിതിനെ റെഡ് ഇടിച്ചിട്ട് ഒരു പ്രാവശ്യം കാണിക്കണേ. ആക്ച്വലി ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഇതിനുണ്ടാവും എന്ന് തീരുമാനിച്ചിട്ടൊന്നുമല്ല കൊക്കക്കോള ആദ്യമായിട്ട് റെഡ് സാന്റാക്ലോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ഒരിക്കൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലോകത്താകമാനം സാന്റാക്ലോസ് റെഡായിപ്പോയി. ഇപ്പം നമ്മൾ കോളേജുകളിൽ റെഡ് ഷർട്ടും റെഡ് തൊപ്പിയും റെഡൊക്കെ ഇട്ടിട്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് മുന്നിൽ കൊക്കക്കോള പോലൊരു ബ്രാൻഡിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റാണ്. അവരൊരു കഥയെ മാറ്റി പറയണം, ഒരു കഥ അങ്ങോട്ട് മാറിപ്പോകുന്നു. ടോട്ടലി ഒരു കഥ അങ്ങ് മാറ്റാൻ തരത്തിൽ ശക്തമായ കഥകൾ ഉണ്ടാക്കാൻ മതങ്ങൾക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഇത്തരം ബ്രാൻഡുകൾക്കും ഇത്തരം കഥകൾ ഉണ്ടാക്കാൻ പറ്റണം എന്നുള്ള വിശ്വാസം എന്നാണ് ബ്രാൻസ്വാമി എന്നുള്ള പേരിലേക്ക് ഞാൻ വരുന്നത്. ഇതിനപ്പുറത്തേക്ക് ഇതിനകത്ത് റിലീജിയനൊന്നുമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മതങ്ങളുടെ സ്റ്റോറിയാണ്. അത് ഭയങ്കര സോളിഡാണ്. സോളമൻ്റെ ഗീതങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വായിക്കുന്ന ഏത് പുസ്തകത്തേക്കാൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് വായിച്ചിട്ട് അങ്ങോട്ട് എനർജൈസ് ആയി പോകും. അപ്പോൾ ഇത്തരം സ്റ്റോറി പറയാൻ കഴിയുന്ന ബ്രാൻഡുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് സത്യത്തിൽ എൻ്റെ ഒരു ദൗത്യമായിട്ട് ഞാൻ കാണുന്നത്. ഈ മതങ്ങൾ എങ്ങനെയാണോ മനുഷ്യരെ ആകർഷിച്ചത്, അതുപോലെ ബ്രാൻഡുകളെ അല്ലെങ്കിൽ മനുഷ്യരെ ബ്രാൻഡുകളിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ലക്ഷ്യം. വളരെ ക്ലിയർ ആണ്. നമ്മൾ കോണ്ടന്റുകളാണ് ബ്രാൻസ്വാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഒരു റീസെൻ്റായിട്ട് ഞാൻ ശ്രദ്ധിച്ച ക്യാമ്പയിൻ, ഇന്നും ആ ബ്രാൻഡിൻ്റെ ഒരുപാട് ഔട്ട്ലെറ്റുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും അറിയപ്പെട്ട ഒന്ന്, എല്ലാ തറകളും നന്നാവും എന്ന് ബ്രാൻസ്വാമി എഴുതി വെച്ചൊരു കോപ്പി. അത് പെരിന്തൽമണ്ണയിലാണ് ഔട്ട്ലെറ്റ് ഇനാഗുറേഷൻ നടന്ന സമയത്ത്. അത് റോഡ് സൈഡുകളിൽ ആ ബോർഡ് ഹോർഡിങ്സ് പൊങ്ങിയപ്പോൾ അതിന് മുന്നേയും എത്രയോ ഹോർഡിങ്സുകൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കോപ്പി അത് വരുമ്പോഴേക്കും ആളുകൾ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ടായി. ഇപ്പം മിഡിമിക്സ്, അത് ഒരുപാട് ക്യാമ്പയിൻസുകൾ ചെയ്ത ബ്രാൻഡാണ്. അവരുടെ 50ാം വാർഷികം തികയുന്ന സമയത്തേക്ക് പച്ച കളർ ബാക്ക്ഗ്രൗണ്ടിലൊരു പത പോലെ ഫോം വരുന്ന രീതിയിലേക്ക് സ്നേഹം പതഞ്ഞ 50 വർഷങ്ങൾ എന്ന് എഴുതുമ്പോഴേക്ക് 50 years ഓഫ് ഫോം ഫിൽഡ് വിത്ത് ലവ്. മലബാർ ഗോൾഡ് വളരെ ഒരുപാട് മേജറായിട്ടുള്ള ക്യാമ്പയിൻസുകൾ ചെയ്തിട്ടുള്ള ബ്രാൻഡാണ്. അതിൻ്റെ ഒരു ബ്രൈറ്റ്സ് ഓഫ് ഇന്ത്യ ക്യാമ്പയിൻ 5000 വർഷങ്ങൾക്ക് മുന്നേയുള്ള കഥകൾ മുതൽ തുടങ്ങിയിട്ട് എഴുതിയ ക്യാമ്പയിൻസുകൾ. ഇതിൻ്റെയൊക്കെ ഒരു പവർ എന്ന് പറയുന്നത് കോണ്ടൻ്റാണ്. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? ഇത് കോണ്ടൻറ്റ്, ഞാൻ ഒരു ആക്സിഡൻ്റൽ ആയിട്ടാണ് അഡ്വർടൈസിങ്ങിലേക്ക് വരുന്നത്. സത്യത്തിൽ ഞാനൊരു ലോങ് ടൈം ജേർണലിസ്റ്റ് ആയിരുന്നു. അപ്പം ജേർണലിസത്തിൽ നിന്ന് ഞാൻ ആക്ച്വലി എൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് 8ാമത്തെ വയസ്സ് മുതൽ ന്യൂസ് പേപ്പർ ബോയ് ആയിരുന്ന, അതാണ് എൻ്റെ അച്ഛൻ ഒരു ന്യൂസ് പേപ്പർ ഏജൻ്റായിരുന്നു.
അപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ കടയുണ്ട്. അപ്പോൾ അച്ഛൻ കടയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് വളരെ ചെറുപ്പത്തിൽ എന്നെ പത്രം കൊടുക്കാൻ വിടും. അപ്പോൾ അങ്ങനെ 4:00 എഴുന്നേറ്റ് നമ്മൾ പത്രം കൊടുക്കാൻ പോകുമ്പോൾ ആ പത്രക്കെട്ട് തുറന്ന് ആദ്യമായിട്ട് പത്രക്കെട്ട് തുറന്നിട്ട് അതിനുള്ളിൽ സപ്ലിമെൻറ്റ് തിരികെ വെക്കണം. അതാണ് ഏജൻറ്റുമാരുടെ വലിയ പണി. സപ്ലിമെൻറ്റും പത്രവും രണ്ടായിട്ടാണ് വരിക. അപ്പോൾ രാവിലെ ആദ്യത്തെ ഒരു 20 മിനിറ്റ് നമ്മൾ ഈ പത്രം തുറന്നിട്ട് സപ്ലിമെൻ്റ് ഉണ്ടെങ്കിൽ ഇതിനുള്ളിൽ കയറ്റി വെക്കണം. അങ്ങനെ വളരെ കുട്ടിയായിരുന്ന കാലത്ത് ഞാൻ ഈ പത്രം കയറ്റി വെക്കുന്നതിനിടയിൽ ഹെഡ്ലൈൻസ് വായിച്ചു തുടങ്ങിയ ഒരു താല്പര്യത്തിൽ നിന്നാണ് ഞാൻ ആക്ച്വലി പത്രത്തിലേക്ക് ആകർഷണമാവുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് SSLCക്ക് വലിയ മാർക്ക് വാങ്ങിക്കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു നിങ്ങൾ മെഡിസിന് പോകണം, എഞ്ചിനീയറിങ്ങിന് പോകണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഞാൻ അച്ഛനോട് പറഞ്ഞു ഞാൻ എന്തായാലും പോകില്ല. പക്ഷേ അച്ഛനും അമ്മ എന്ത് പറഞ്ഞു, ഒരു കണ്ടീഷൻ, സയൻസിന് പോകണം. അന്ന് മെഡിസിന് പോവാത്തതിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ഇതായിരിക്കും ഇന്നിപ്പോൾ ലോകത്ത് കാണുന്ന മേജർ ഹെൽത്ത് കെയർ ബ്രാൻഡുകളൊക്കെ അതും ആക്സിഡൻ്റലാണ്. കാരണം അന്ന് എനിക്ക് മെഡിസിനിൽ പോകാത്തത് ഞാൻ മെഡിസിന് പോകാത്ത 2 കാരണമുണ്ട്. അത് ഒരു അച്ഛനും അമ്മയോടും പറയാൻ പറ്റാത്തൊരു ഒന്നെൻ്റെ കൈ വിറയ്ക്കും. അപ്പോൾ ഈ കൈ വിറച്ചിട്ട് സർജറി ചെയ്താൽ ഹൃദയം മുറിക്കാൻ നോക്കുമ്പോൾ വൃക്ക മുറിഞ്ഞു പോകുമെന്നുള്ള പേടി കൊണ്ടാണ് ഇന്ന് ഹൃദയത്തിൽ തറയ്ക്കുന്ന കണ്ടന്റുകൾ എഴുതാൻ ബ്രാൻഡ് സ്വാമിക്ക് പറ്റുന്നത്. അതൊരു രസമാണ്. അപ്പോൾ ഈ ജേർണലിസ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ അഡ്വർടൈസിങ്ങിലേക്ക് സത്യത്തിൽ വരുന്നത്. അപ്പോൾ ഈ കണ്ടന്റിനോടുള്ള ഒരു ഭയങ്കരമായ സ്നേഹം എല്ലാ കാലത്തും എൻ്റെ ഉള്ളിലുണ്ട്. ഇത് വളരെ ഞാൻ പരമാവധി ഇപ്പം എന്ത് കിട്ടിയാലും വായിക്കും എന്ന് ഉറപ്പുള്ള ഒരാളാണ്. അതായത് എന്ത് കിട്ടിയാൽ ഞാൻ വായിക്കും. പിന്നെ എനിക്ക് എൻ്റെ ലൈഫിൽ വന്നു വിട്ടിട്ടുള്ളതൊന്നും ഞാൻ തീരുമാനിച്ച കണ്ടൻ്റ് ഒന്നുമല്ല. ഇപ്പം ഞാൻ ആദ്യമായിട്ട് വളരെ ഭയങ്കര സന്തോഷത്തോടുകൂടി ലൈഫിൽ ജേർണലിസ്റ്റ് ആവണം എന്ന് ആഗ്രഹിച്ചിരുന്നിട്ട് 20ാമത്തെ വയസ്സിൽ മനോരമയിൽ ജേർണലിസ്റ്റായിട്ട് ജോയിൻ ചെയ്യുമ്പം എനിക്ക് ഫസ്റ്റ് കിട്ടുന്ന അപ്പോയിൻമെൻറ്റ് തൊഴിൽവീതിയിലാണ്. ഇതിലും ദുരന്തം വേറൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മൾ വലിയ ഫീച്ചർ റൈറ്ററൊക്കെ ആവണം, വലിയ സ്പോർട്സ് റിപ്പോർട്ടർ, വാറിലെ യുദ്ധകാര്യ ലേഖകരൊക്കെ ആവണം എന്ന് വിചാരിച്ച് പോകുന്ന നമ്മളെ പിടിച്ചിട്ടിടുന്നത് തൊഴിൽവീതിയിലാണ്. തൊഴിൽവീതിയിൽ എഡ്യൂക്കേഷണൽ കണ്ടൻറ്റ്, കരിയർ കണ്ടൻറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. പക്ഷേ അതെന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു തോട്ട് പ്രൊവോക്കിംഗ് സാധനമായിരുന്നു. കണ്ടൻറ്റിന് ഏത് തൊഴിൽവീതി ആയാലും ശരി കണ്ടൻറ്റിന് എന്തെങ്കിലും ചെറിയ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണം. അവിടെ നിന്നാണ് പിന്നീട് സ്പോർട്സിൽ പോകുന്നു. അതെല്ലാം കഴിഞ്ഞ് ഒരു പ്രാവശ്യം എന്നോട് ഞാനിതൊക്കെ വിട്ടിട്ട് നാട്ടിലേക്ക് ഒരു ഫാമിലി ഇഷ്യൂവിൻ്റെ മുകളിൽ നാട്ടിലേക്ക് വരേണ്ടി വരുന്ന കാലഘട്ടത്തിൽ ഹെൽത്ത് കെയറിലൊരു മാഗസിൻ, അതും ഇന്ത്യയിലെ ആദ്യത്തെ റേഡിയോളജി മാഗസിൻ ഇറക്കാൻ പറ്റുമോ എന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഏത് മാഗസിൻ നമ്മളിറക്കും, മാഗസിൻ ആവണം എന്നേ ഉള്ളൂ. അങ്ങനെ ഈ സാധനത്തിൽ എനിക്കറിയില്ല, അന്ന് ഞാൻ സത്യത്തിൽ ഒരു CT എന്താണെന്നറിയില്ല, MRI എന്താണെന്നറിയില്ല, അൾട്രാസൗണ്ട് എന്താണെന്നറിയില്ല. പക്ഷേ സ്റ്റിൽ എനിക്ക് ആ കോൾ വന്നത് എനിക്കിപ്പോഴും ഉണ്ട്. ചെന്നൈയിൽ ഏതോ ഒരു എന്താ പറയുക തിരക്ക് പിടിച്ച തെരുവിൽ നിൽക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഈ കോൾ എനിക്ക് വരുന്നത്. ആ കോൾ വെക്കുന്നതിന് മുമ്പ് പറഞ്ഞു നമുക്കത് ശരിയാക്കാം, റേഡിയോളജി അല്ലേ, അപ്പോൾ ഈ റേഡിയോളജി എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ തിരിച്ച് വന്ന് ഇവിടെ വന്ന് റേഡിയോളജി എന്താണെന്ന് വായിച്ചു നോക്കി. ഓക്കെ ഗുഡ്, ഇതിൽ വേറെ മാഗസിൻ ഒന്നുമില്ല, അതുകൊണ്ട് കോമ്പറ്റീഷൻ ഇല്ല. അപ്പോൾ നമ്മളങ്ങനെ പേരിട്ടു, അങ്ങനെ തുടങ്ങി. ഒരു റെഫറൻസ് എടുക്കാൻ മറ്റു മാഗസിൻ ഒന്നുമില്ല, നമുക്കന്ന് റെഫറൻസ് എടുക്കാനുള്ള സ്കോപ്പില്ല. അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ എന്നാൽ ചെയ്ത് കളയാം. അങ്ങനെ അത് ഞാൻ ചെയ്തപ്പോൾ തന്നെ ഒരു കാര്യത്തിൽ എനിക്ക് വളരെ കൃത്യമായൊരു ധാരണ ഉണ്ടായിരുന്നു, യോ ബിസിനസ് മോഡൽ ഇസ് റോങ്. ഞാൻ അക്കാര്യത്തിൽ അവരോട് അന്നും പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ബിസിനസ് മോഡൽ റോങ് ആണ്. നിങ്ങളുടെ ഈ ഐഡിയ ഞാൻ ജയിപ്പിക്കും, പക്ഷേ ഇതിൻ്റെ ബിസിനസ് സക്സസ് ആവാനുള്ള സാധ്യത, നിങ്ങളുടെ ബിസിനസ് മോഡൽ റോങ് ആയതുകൊണ്ട് സാധ്യത വളരെ കുറവാണ്. ഞാനതിൻ്റെ ഫസ്റ്റ് കമൻറ്റ് അതായിരുന്നു. പക്ഷേ അവർ പറഞ്ഞു ഓക്കെ ദാറ്റ് വി വിൽ ടേക്ക് കെയർ. അപ്പം ഞാനൊരു കൺസൾട്ടൻറ്റ് മാത്രമാണ്. ഞാനൊരു ദിവസം ഓഫീസിൽ വരും, ടീമുണ്ട്, സ്റ്റാഫിനെ സെറ്റ് ചെയ്തു, ഞാൻ വന്നാൽ വന്നു, പോയാൽ പോയി എന്നുള്ള അവസ്ഥയില്ലേ. പക്ഷേ അപ്പോൾ ഞാൻ കണ്ടൻറ്റ് ഡെവലപ്പ് ചെയ്യും, അതിൻ്റെ തോട്ട് ഡെവലപ്പ് ചെയ്യും. ഇറ്റ് ബിക്കംസ് എ ബ്രാൻഡ്. കളർ ഡോപ്ലർ ആ സെഗ്മെൻറ്റിലെ ലീഡിങ് മാഗസിൻസായി മാറി. പക്ഷേ ഈ സമയത്ത് ഇത് ബിസിനസ് ഫെയിലാവാനും തുടങ്ങി. അപ്പോൾ ഈ ബിസിനസ് ഫെയിലാവാൻ തുടങ്ങിയപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്നോട് പാർട്ട്ണറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നൊരു ക്വസ്റ്റ്യൻ വരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ബിസിനസ് എന്താണെന്നുള്ള സത്യം പറഞ്ഞാൽ ഞാനൊരു ഓൺട്രപ്രണർ ആകുമെന്നോ ഒരു ബിസിനസ് ചെയ്യണമെന്നോ സ്വന്തമായൊരു സ്ഥാപനം ഉണ്ടാക്കണമെന്നോ അന്ന് വരെ ജീവിതത്തിൽ ചിന്തിക്കാത്ത ഒരാളാണ്. അപ്പം ആദ്യം ഞാൻ പറ്റില്ലായിരുന്നു. പിന്നെ സ്റ്റാഫ് ചോദിച്ചു നടക്കുമോ. അപ്പോൾ സ്റ്റാഫും കൂടി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഒന്ന് ട്രൈ ചെയ്യാം, എന്തുകൊണ്ട് ചെയ്തുകൂടാ. അങ്ങനെ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ അടുത്ത ചെയ്തൊരു സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള മെഡിക്കൽ ജേർണലുകളുടെ കോൺട്രാക്ട് ഞാൻ ഏറ്റെടുത്തു. അപ്പോൾ ഇന്ത്യയിലെ ലീഡിങ് ഡോക്ടേഴ്സിൻ്റെ മെഡിക്കൽ ജേർണൽസ് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇറക്കാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ ഈ മെഡിക്കൽ കണ്ടൻറ്റ് എന്താണെന്നുള്ളതും അതിൻ്റെ ഒരു ഹെൽത്ത് കെയർ പോസിബിലിറ്റി എന്താണെന്നുള്ളതും ഞാൻ റിയലൈസ് ചെയ്തു. ഈ ഒരു കാലത്താണ് ആക്ച്വലി ഹെൽത്ത് കെയർ എന്നുള്ളൊരു സാധനത്തിൻ്റെ ഒരു ഡെപ്ത്, മെഡിക്കൽ റിസർച്ച് ആൻഡ് കണ്ടൻ്റ് ഒക്കെ ഇറങ്ങിയ സമയത്ത് നമ്മൾ ഈ ഹെൽത്ത് കെയറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങി. അപ്പോൾ അതെന്ത് ചെയ്തു, അതിനകത്ത് നമ്മൾ ഇന്നോവേഷൻ കൊണ്ടുവന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ബ്രാൻഡ് ഒരു മാഗസിൻ തുടങ്ങി, 2ാമത്തെ മാഗസിനായി, 3ാമത്തെ മാഗസിനായി. അങ്ങനെ ഇത് നമ്മൾ ഇന്ത്യയിലൊരു 15ഓളം മെഡിക്കൽ ജേർണലുകൾ ഇറക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മളുടെ ബിസിനസ് വന്നു. ഇതൊക്കെ ആക്സിഡൻ്റലായി സംഭവിക്കുന്ന. അപ്പോൾ ഇത് രസകരമേ. നമ്മളെന്ത് ചെയ്യുന്നത് വെച്ചാൽ സാധാരണ മെഡിക്കൽ ജേർണൽ വളരെ എന്താ പറയുക ബോറായിട്ട് ഇവർ ഒന്നും ചിന്തിക്കാതെ കണ്ടൻറ്റിൽ മാത്രം ഫോക്കസ് ചെയ്യും. അപ്പോൾ നമ്മളതിൽ കുറച്ച് ബ്ലർബിടും,
നമ്മളതിൽ കുറച്ച് രസകരമായ കുറച്ച് ലൈൻസ് കൊടുക്കും. അപ്പോൾ അത് ആളുകൾ അട്രാക്ട് ഇൻട്രസ്റ്റിംഗ് ആയി. ഇതിന് നമ്മളതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഡോക്ടറോട് സംസാരിച്ച് അതിൻ്റെ പോർഷൻസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ തുടങ്ങി. സോ ഓട്ടോമാറ്റിക്കലി ഇറ്റ് സ്റ്റാർട്ടഡ് ഒരു ചെറിയ ചേഞ്ച് കൊണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും GE, സാംസങ് പോലുള്ള കമ്പനികൾ ഇതാരാണ് ഈ കമ്പനി എന്ന് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവർ നമ്മളെ മീറ്റിങ്ങിന് വിളിക്കാൻ തുടങ്ങി. ഡോക്ടേഴ്സിൻ്റെ കണ്ടൻറ് ഉണ്ടാക്കുന്ന ഒരാൾക്ക് ഡോക്ടേഴ്സിന് ഉണ്ടാക്കാൻ പറ്റിയ കണ്ടൻറ് ഉണ്ടാക്കാൻ പറ്റും എന്നൊരു തോട്ടിൽ നിന്നാണ് അവർ നമ്മളെ വിളിക്കുന്നത്. അങ്ങനെ ഈ ഇന്ത്യയിലെ ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മെറ്റീരിയൽസ് ഇവർ അതിൻ്റെ മാർക്കറ്റിംഗ് അത്തരത്തിലുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് ഏൽപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ച് ഇതൊരു പുതിയ ഒരു ബിസിനസ് മോഡലാണ്. അപ്പോൾ ഇന്ത്യയിലെ നല്ല ലോകത്ത് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്ന ലീഡിങ് ഹെൽത്ത് കെയർ മാനുഫാക്ചറിങ് കമ്പനികൾ, എസ്പെഷ്യലി ഹയർ എൻഡ് മെഡിക്കൽ ഡിവൈസസ്, ഇപ്പോൾ പേഷ്യൻ്റ് മോണിറ്റർ പോലുള്ള ഡിവൈസസിനൊന്നും മെഡിക്കൽ കണ്ടൻറ് ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ സിയാം, CT, MRI അങ്ങനത്തെ കമ്പനികളൊക്കെ നമ്മളെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് നമ്മളെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കണ്ടൻറ് ഡെവലപ്പ് ചെയ്യാനും അവരുടെ കമ്മ്യൂണിക്കേഷൻ മെറ്റീരിയൽസ് റെഡിയാക്കാനും ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സോ ഇങ്ങനെ ഈ മാഗസീനിൽ തുടങ്ങി ഈ ഡിവൈസുകളുടെയും എക്യുപ്മെന്റ്സിന്റെയും ഒക്കെ മാനുഫാക്ചറിലേക്ക് പോയി. ഭയങ്കര ബോറിംഗ് സബ്ജക്റ്റ് നമുക്കൊന്നും മനസ്സിലാവുകയില്ല. ഇത് ഭയങ്കര ടെക്നിക്കലായിട്ടുള്ള ഒരു സ്റ്റഫാണ്. ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന എന്തൊക്കെ തരത്തിലുള്ള ഇമേജിങ് നടക്കും, എന്താണ് ഇതിൻ്റെ ബെനഫിറ്റ്, ഇതിലെ കേസ് സ്റ്റഡീസ് എന്താണ്. പക്ഷേ ഇതിനെങ്ങനെ നമുക്ക് ഇത്രയും ബോറനായിട്ടുള്ള ഒരു കണ്ടന്റിനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റിയാൽ പിന്നെ വരുന്ന എന്ത് സബ്ജക്റ്റ് സിമ്പിളാണ്. നിങ്ങളീ പറഞ്ഞ എല്ലാ തറകളും നന്നാവും എന്നുള്ളത് നമുക്ക് ബേസിക്കലി ഉള്ളിൽ നിന്ന് വരുന്ന സാധനമാണ്. അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ വളരെ സാധാരണക്കാരനായിട്ട് ചിന്തിച്ചു തുടങ്ങിയാൽ. ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ കോപ്പി റൈറ്റിങ്ങിൽ ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ടീച്ചേഴ്സ് ഡേയിൽ ഞാനൊരു പോസ്റ്റ് ലിങ്ക്ഡിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ പഠിപ്പിച്ച 3 ടീച്ചർമാരെ ഞാൻ ജീവിതത്തിൽ മറക്കില്ല. ഒരു ടീച്ചർ 8ാം ക്ലാസ്സിൽ ജെയിംസ് P. ആൻ്റണി എന്ന് പറഞ്ഞ കോട്ടയംകാരനായ പടിഞ്ഞാറത്തറ ഗവൺമെൻറ് ഹൈസ്കൂളിൽ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച മാത്സ് സാറാണ്. ഇംഗ്ലീഷ് പഠിപ്പിക്കുക മാത്സ് സാറൊക്കെ ആണല്ലോ. അതാണ് ഇന്ത്യയിലെ വേറൊരു തമാശ. അപ്പോൾ അതുകൊണ്ട് നന്നായി ഇംഗ്ലീഷ് ടീച്ചർ പഠിപ്പിച്ചിരുന്നത് ചിലപ്പോൾ ഞാൻ അന്ന് ആ പാഠം പഠിക്കില്ലായിരുന്നു. അപ്പോൾ ഈ ജെയിംസ് സാറ് ഞങ്ങളുടെ ക്ലാസ്സിൽ അന്ന് പറഞ്ഞൊരു വാചകമുണ്ട്, ഇംഗ്ലീഷ് എപ്പോഴും സിമ്പിളായിട്ട് എഴുതണം. അതായത് വലിയ നീട്ടി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട്. എന്താ പറയുക, അപ്പോൾ അന്ന് പുള്ളി പറഞ്ഞൊരു സ്ഥാനത്ത് ഒരു സബ്ജക്റ്റ്, ഒരു ഓക്സിലറി വെർബ്, വേണമെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ്, ഒരു വെർബ്, വേണമെങ്കിൽ ഒരു അഡ്ജക്റ്റീവ്. ഇതായിരുന്നു പുള്ളിയുടെ വാചകം. വളരെ സിമ്പിളാണ്. I am ജോബി ജോസഫ് എന്ന് പറഞ്ഞാൽ മതി. അത് കേട്ട് കുത്തിട്ടിട്ട് I run അല്ലെങ്കിൽ I operate ബ്രാൻഡ് സ്വാമി എന്ന് പറഞ്ഞാൽ മതി. അതിന് പകരം I am ജോബി ജോസഫ് ഹൂ റൺസ് ബ്രാൻഡ് സ്വാമി വിച്ച് മേക്സ് തൗസൻഡ്സ് ഓഫ് കണ്ടൻറ്റ്സ് എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ലല്ലോ. വളരെ സിമ്പിളായിട്ട് എഴുതാവുന്ന. അപ്പോൾ അതുമായിരുന്നു എൻ്റെ ലൈഫിൽ ഒരു കണ്ടൻറ്റിനെ കുറിച്ചുള്ള എല്ലാ കാലത്തും ഞാൻ പറയുന്ന ഒരു പാഠം. രണ്ടാമത്തെ പാഠം ഇഗ്നേഷ്യസ് ഗോൺസാൽവസ് എന്ന് പറഞ്ഞ എൻ്റെ ജേർണലിസം പഠിപ്പിച്ച, ഒരുപക്ഷെ മലയാളം ജേർണലിസം കണ്ട ഏറ്റവും നല്ല എഴുത്തുകാരനായിരുന്നു, സ്പോർട്സ് ലേഖകനായിരുന്നു ഇഗ്നേഷ്യസ് ഗോൺസാൽവസ് സാറ് രണ്ടാമത് എന്നോട് പറഞ്ഞൊരു പാഠം. അത് ഞാൻ ലൈഫിൽ ഒരിക്കലും മറക്കില്ല. നിങ്ങൾ എന്ത് സാധനം എഴുതുമ്പോഴും കട്ടപ്പനയിലെ കുട്ടപ്പന ഓർക്കണം എന്നാണ്. നിങ്ങൾ മെഡിക്കൽ ജേർണൽ ഇറക്കിയാലും കട്ടപ്പനയിലെ കുട്ടപ്പന ഓർക്കണം. കട്ടപ്പനയിലെ കുട്ടപ്പന സപ്പോസ് ടു ബി ആൻ ആർബിട്രറി, എന്താ പറയുക, ഒരു സാധാരണ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സിമ്പലാണ് കട്ടപ്പനയിലെ കുട്ടപ്പൻ. ഈ കട്ടപ്പനയിലെ കുട്ടപ്പന മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് മെഡിക്കൽ ജേർണൽ ഇറക്കാൻ പറ്റുമോ? കട്ടപ്പനയിലെ കുട്ടപ്പനോടാണ് മെഡിവിക്സ് പറഞ്ഞത് നിന്റെ 50 വർഷത്തെ സ്നേഹം പതിപ്പിച്ചതാണ്. അത് വളരെ അത് അവർക്ക് വേണ്ടി അത്. പക്ഷേ അതിനകത്ത് വലിയൊരു കമ്മ്യൂണിക്കേഷൻ ആംഗിൾ ഉണ്ടാവും. പക്ഷേ അതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ എഴുതിയ കോപ്പിയിൽ മാത്രമൊന്നുമല്ല, ലോകത്തെ ഏറ്റവും വലിയ എഴുത്തുകാർ എഴുതിയിട്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോപ്പികളിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ബൈബിളുകളിലേക്ക് വാചകം, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, എന്ത് സിമ്പിളായ അത് എല്ലാവർക്കും മനസ്സിലാവില്ലേ? അതിനകത്ത് വലിയ ഫിലോസഫി ഒന്നുമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ലോക നേതാക്കളിലൊരാൾ, ഫോളോ ചെയ്തിട്ടുള്ളതും വായിക്കാൻ ശ്രമിക്കുന്നതും 2 ലോകമായുധമാണ്. 1ഉം 2ഉം ലോകമായുധങ്ങളിൽ എന്ത് കണ്ടാലും വായിക്കുന്നൊരു മനുഷ്യനാണ് ഞാൻ. കാരണം ഹിറ്റ്ലറും ഗീവൽസും ഉണ്ടാക്കിയതാണ് അഡ്വർടൈസിങ്ങിൻ്റെ ഏറ്റവും വലിയ പാഠങ്ങൾ. നമ്മൾ ഏത് അഡ്വർടൈസിങ് സ്കൂളിൽ പഠിച്ചാലും ഗീവൽസിനെ ഒന്ന് സൂക്ഷ്മമായിട്ട് പഠിക്കാതെ നല്ല അഡ്വർടൈസിങ് ഉണ്ടാക്കാൻ കഴിയില്ല. ഹിറ്റ്ലർ ഒരു സമയത്ത് റൂമിനകത്ത് പേടിച്ചിരിക്കുകയും പുറത്തിറങ്ങി വന്ന ഹിറ്റ്ലറുടെ പ്രസംഗം നമുക്ക് ജർമ്മനൊന്നും മനസ്സിലാവണ്ട, പുള്ളി അതങ്ങോട്ട് പൊളിച്ചടുക്കാണ്. എന്താ പറയുക, പുള്ളി പറയുന്നത് എന്താണെന്ന് മനസ്സിലാവണ്ട, മുഖത്തും ശരീരത്തിലും ജനം പുള്ളി പറയുന്ന മൊത്തം മണ്ടത്തരാന്ന് കേട്ടുവെക്കുന്നവനൊക്കെ അറിയാം. ആര്യൻ വർഗമെന്ന് പറയുന്നത് ലോകത്തെ സുപ്രീം മതമൊന്നല്ല, സുപ്രീം വർഗമല്ല എന്നും ഇതൊക്കെ ലോകത്ത് എല്ലാവർക്കും അറിയാം. അവിടെ കേട്ട് നിന്ന ലോകത്ത് എല്ലാവർക്കും അതറിയാം. പക്ഷേ അതിൽ കാണിക്കുന്ന ഒരു ഇമോഷനുണ്ട്. ഞാൻ പറയുന്ന കാര്യത്തിൽ ഞാൻ കൺവിൻസ്ഡാണ്. പിന്നെ ഹിറ്റ്ലർ അങ്ങോട്ട് അലക്കാണ്. അതിൽ ഇമോഷൻസ് അങ്ങോട്ട് വാരി വിതറും. ജനം കൈയടിച്ചു പോകും. ജനം അത് പറയുന്നത് അതിൻ്റെ കണ്ടൻറ്റിൻ്റെ വാസ്തവം അറിഞ്ഞാൽ പോലും നമ്മൾ കൈയടിച്ചു പോകും. ഇതിൻ്റെ കൂടെയാണ് ഗീവൽസിൻ്റെ അതിഭീകരമായ ബുദ്ധി.
ഗീബൽസിൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇപ്പം ലോകത്ത് ഒരുപാട് ആളുകളൊന്നും ചിന്തിക്കരുത് എന്താണ് ഈ നാസിയെ വളർത്തിയെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയാനുള്ള ഒരു കാരണം അവർ മീഡിയ ഉപയോഗിച്ച രീതിയാണ്. ഇപ്പം ഒരു കള്ളം 1000 വട്ടം പറഞ്ഞാൽ സത്യമാകും എന്ന് ഗീവൽസിയൻ തിയറി എന്ന് നമ്മൾ പറയുന്ന ഒരു സംഭവം. പക്ഷേ അതിന് പിന്നിൽ അവർ ഉപയോഗിച്ച തന്ത്രങ്ങൾ. ലോകത്തെ ഏറ്റവും നല്ല സിനിമകളിലൊന്ന് ഇപ്പോഴും ഗീവൽസ് ഇറക്കിയ സിനിമയാണ്. അല്ലെങ്കിൽ ലോകത്തെ ഈ ജർമ്മനിയിലുള്ള എല്ലാ വീടുകളിലും റേഡിയോ കൊടുക്കണമെന്നും ആ റേഡിയോയിൽ രാവിലെ ഹിറ്റ്ലറുടെ പ്രസംഗവും വൈകുന്നേരം ഗീവൽസിൻ്റെ പ്രസംഗവും കേൾപ്പിക്കണമെന്നും തീരുമാനിച്ചതാണ് നാസി അധികാരത്തിൽ വരാനും ഏകദേശം ഒരു 15 വർഷത്തോളം 1930 മുതൽ 45 വരെ വരുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ ഏറ്റവും രസകരമായ ഒരു കാര്യം എത്രയോ മില്യൺ ആളുകളെ കൊന്നൊടുക്കുന്നവരെ ഓഷ്വിറ്റ്സ് എന്ന് പറയുന്നൊരു സാധനം അവിടെ ഉണ്ടായിരുന്നുവെന്ന് ലോകത്ത് ആർക്കും അറിയില്ല. റഷ്യൻ പട്ടാളം അതിനുള്ളിൽ കയറി ഇങ്ങനൊരു സാഹചര്യം കണ്ടെത്തുന്നവരെ ലോകത്തൊരാളും വിശ്വസിച്ചിട്ടില്ല ഹിറ്റ്ലർ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ എത്ര സൂക്ഷ്മമായിട്ടാണ് അവർ ആ കണ്ടൻറ്റിനെ എങ്ങനെയാണ് അവർ ആ കണ്ടൻറ്റ് പുറത്തേക്ക് പോവാതെ വെച്ചത്? അന്ന് നമ്മളീ പറയുന്നത് ഈ 15ാം നൂറ്റാണ്ടിൽ തന്നെ പ്രിൻറ്റിങ് ടെക്നോളജി ഉണ്ട്. അപ്പോൾ ഒരു 4-5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ലോകത്ത് നല്ല രീതിയിൽ തന്നെ ആശയവിനിമയ സംവിധാനങ്ങളുള്ള ഒരു കാലത്താണ് ഈ 2ാം ലോകമഹായുദ്ധ കാലത്ത് ഇത്രയും ആളുകളെ ഇവർ വളരെ സൂക്ഷ്മമായിട്ട് കണ്ടൻറ്റിന് ഇവർ നിയന്ത്രിച്ച് കളഞ്ഞു. ഹിറ്റ്ലർ ആക്ച്വലി ആയുധശക്തിയിൽ ജയിച്ച ആളൊന്നുമല്ല. യെസ്, അതിൻ്റെ ആയുധശക്തികളും അതിൻ്റെ സൈഡുകളൊക്കെ ഉണ്ട്. ഞാൻ ലുഫ്താൻസ പോലെയുള്ള സാധനങ്ങളൊന്നും ഞാൻ ഇല്ലയെന്ന് പറയാം. അവരുടെ ആയുധശക്തികളൊക്കെ ഉണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അവർ മീഡിയനെ നിയന്ത്രിച്ചൊരു രീതിയുണ്ട്. ഇതെങ്ങനെ ഗീവൽസ് നിന്ന് എങ്ങനെ പഠിക്കാമെന്നുള്ളതാണ് എല്ലാ കാലത്തും എനിക്കിതിനോടുള്ള ഒരു ഫാസിനേഷൻ. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും നല്ല ലീഡേഴ്സൊക്കെ നന്നായി സംസാരിക്കുന്ന ആളുകളായിരുന്നു. അല്ലെങ്കിൽ ചില ആളുകളുണ്ട് ഒട്ടും സംസാരിക്കാൻ അറിയാത്ത നമ്മുടെ ഗാന്ധിയെ പോലെയുള്ള. ഗാന്ധിയുടെ പ്രസംഗം അറുബോർണാണ്. നിങ്ങൾ ഗാന്ധിയുടെ പ്രസംഗം. പക്ഷേ ഗാന്ധി അവിടെ എന്താ വെച്ചാൽ ഗാന്ധിയെ ബ്രാൻഡ് ചെയ്തു. ഗാന്ധിയുടെ ബ്രാൻഡിങ് എന്തായിരുന്നു? ബുദ്ധൻ ചെയ്ത പോലെ നടക്കുക, ഭയങ്കര വേഗത്തിൽ നടക്കുന്നത്, വേറെ ആർക്കും നടന്നെത്താൻ പറ്റില്ല. അപ്പോൾ ഗാന്ധി എനിക്ക് സംസാരിക്കാൻ അറിയില്ല എന്നുള്ളത് ഗാന്ധി ഡ്രസ്സ് അങ്ങനെ ബ്രാൻഡ് ചെയ്തു. ഗാന്ധി ഭയങ്കര കൃത്യമായിട്ട് അയാളുടെ ബ്രാൻഡിങ്ങിൽ ശ്രദ്ധിച്ച ഒരാളാണ്. അപ്പോൾ ഈ ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ബ്രാൻഡുകളിലോ പ്രൊഡക്റ്റുകളിലോ അല്ല ബ്രാൻഡിങ് കാണുന്നത്. എങ്ങനെ ഇവരെ ട്യൂൺ ചെയ്യുന്നു. എത്ര വർഷങ്ങൾ ഗാന്ധി ഷർട്ടിട്ടുണ്ടാവില്ല, കൊതുക് അടിച്ചിട്ടുണ്ടാവില്ലേ? കൊതുക് അടിച്ചിട്ട് അക്കാലത്ത് കൊതുകില്ലാതിരിക്കില്ലല്ലോ. അപ്പോൾ എന്നിട്ട് കൊതുകടി കൊണ്ടുപോയാലും ശരി, ഞാൻ എൻ്റെ ബ്രാൻഡ് മാറ്റൂല. അപ്പോൾ ഗാന്ധിയുടെ ഉള്ളിൽ കടന്നു പോയിട്ടുള്ള ഒരു തോട്ട് ഇതൊക്കെ തന്നെ ആയിരിക്കും. ഗാന്ധി ബ്രാൻഡ് വളരെ ബോധപൂർവ്വം ഉണ്ടാക്കിയെടുത്തായിരിക്കും. ആ വസ്ത്രധാരണയിലെ ലാളിത്യം ഒരുപാട് പ്രസംഗങ്ങളെക്കാൾ നന്നാവുക ഞാനത് ചെയ്യുന്നതിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്. പ്രസംഗിക്കാൻ അറിയില്ല. ഇപ്പോൾ മാർട്ടിൻ ലൂതർ കിങ് വളരെ പ്രസിദ്ധമായ ഐ ഹാവ് എ ഡ്രീം എന്ന് പറയുന്ന പ്രസംഗത്തിൻ്റെ തലേന്ന് രാത്രി 3:15 എഴുന്നേറ്റിട്ട് പ്രസംഗം എഴുതിയതിനെക്കുറിച്ച് ഭാര്യ പറയുന്നുണ്ട്. 3:15 5 മിനിറ്റാണ് പ്രസംഗം. അല്ല, ഇത് തന്നെയാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ID ഫ്രഷിൽ PC മുസ്തഫ സംസാരിക്കാൻ പോകുമ്പോഴേ ചെയ്യുന്നത്. ബ്രാൻഡിനെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്ര ശ്രദ്ധിക്കണം. ഒരു വാചകം ഡെലിവറി ചെയ്യുമ്പോൾ മാർട്ടിൻ ലൂതർ കിങ് തലേന്ന് രാത്രി ഉറങ്ങാതിരുന്നതിൻ്റെ കഥ പല സ്ഥലത്തും നമുക്കറിയാം. അപ്പോൾ എത്ര സൂക്ഷ്മമായിട്ടാണ് നിങ്ങളൊരു കണ്ടൻറ്റ് ഡെലിവറി ചെയ്യുന്നത്. ഈ അത് വളരെ നന്നായി പ്രസംഗിക്കുന്ന ആളാണ് മാർട്ടിൻ ലൂതർ കിങ്. പക്ഷേ അയാളെടുത്തൊരു അയാളുടെ എടുക്കുന്ന ഒരു ശ്രമമുണ്ട്. ഈ ഹിറ്റ്ലർ പ്രസംഗിക്കാൻ പോകുന്നതിന് മുമ്പ് തലേന്ന് രാത്രി ഉറക്കമുളച്ചിരുന്ന് പഠിക്കുമായിരുന്നു പറയുന്നത്. നമ്മൾ വിചാരിക്കും ഇത് ഓടിക്കറി ഇത് അല്ല, ഇത് അത്ര കണ്ടൻറ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ സൂക്ഷ്മമായി നടത്തിയ ആളുകളാണ് ലോകം ഭരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഇമോഷൻസ് ഉണ്ടാവണം. അതിനകത്ത് നമുക്ക് പറയാനുള്ള കാര്യത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ഉണ്ടാവണം. വളരെ കൃത്യമായ ധാരണ വേണം. ഒരിക്കലും നമ്മളത് ചിന്തിക്കണം. നമ്മൾ ചരിത്രപരമായി നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞ് ഞാൻ എന്താണ് പറയാൻ പോകുന്നത് എന്നറിയാനുള്ള ഒരു കോമൺ സെൻസ്. അപ്പോൾ ഇത് എന്നിട്ട് ഡെലിവറി ചെയ്യേണ്ടത് ആർക്കാണ്? എല്ലാവർക്കും ഒരേപോലെ ഡെലിവറി ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും ഒരിക്കലും ഒരേപോലെ. ഇപ്പം ഞാൻ എൻ്റെ ടീമിലുള്ള പല കോപ്പി റൈറ്റേഴ്സിനോട് ഞാൻ അഡ്വൈസ് ചെയ്യുന്ന കാര്യം, ഇത് തമാശയായിട്ടാണെങ്കിൽ പോലും, ഇപ്പം രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ റോൾസ് റോയ്സിൻ്റെ വെബ്സൈറ്റ് വായിക്കണം, അല്ലെങ്കിൽ റോളക്സിൻ്റെ വെബ്സൈറ്റ് വായിക്കണം എന്ന് ഞാൻ തമാശയായിട്ട് പറയാറുണ്ട്. റോളക്സൊക്കെ അതിസൂക്ഷ്മമായിട്ടാണ് അവരുടെ വാക്കുകൾ ഉപയോഗിക്കുക. വേണ്ടാത്തൊരു വാക്ക് വെട്ടിക്കളയാൻ പറ്റുമോ? ആവശ്യമില്ലാത്തൊരു വാക്ക് നമുക്ക് വെട്ടാൻ എങ്ങനെ പറ്റും? എഴുതാൻ എളുപ്പമാണ്, അത് എഡിറ്റ് ചെയ്യാനാണ് ആക്ച്വലി പാട്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഒരു വാക്കിൽ ആവശ്യമില്ലാത്തൊരു വാക്ക് എങ്ങനെ വരുന്നു? ഒരു വാക്ക് ആവശ്യമില്ല, അതിനെ വെട്ടിക്കളയാം. അങ്ങനെ വെട്ടി വരുമ്പോൾ എന്താ അവസാനം ഒന്നും ഉണ്ടാവില്ല. വെട്ടാൻ അറിയുന്നവരുണ്ട്. നമ്മൾ ജേർണലിസം പഠിക്കുന്ന കാലത്ത് ഇന്ത്യയിൽ ഞാൻ നേരത്തെ ഇപ്പോൾ K. തോമസ് ഉമ്മൻ എന്ന് പറഞ്ഞിട്ടൊരു 8 സാറിൻ്റെ കീഴിലാണ് ഞങ്ങൾ ജേർണലിസം പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എഴുതിയൊരു സാധനം കൊടുത്താൽ അത് സാർ തിരിച്ചു തരാം, ഫുള്ള് റെഡായിരിക്കും. റെഡ് ഇങ്ങെന്നാണ് പറയാം. അതിനകത്ത് ഒരു വരി പോലും പുള്ളി ബാക്കി വെച്ചിട്ടുണ്ടാവില്ല. എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്, ഫുള്ള് വെട്ടിയിട്ടുണ്ട്. എന്നിട്ട് പുള്ളി പറയുന്നത് ഇതൊന്നും ആവശ്യമില്ല, ഈ വാക്ക് എന്തിനാ? പിന്നെ നമ്മളിപ്പോൾ ഒരു വാക്ക് എഴുതിയാൽ പുള്ളി പറയും ആ ഓക്സ്ഫോർഡ് ഡിക്ഷണറി എടുക്കാൻ പറയും, നോക്കാൻ പറയും. ഈ വാക്കിൻ്റെ അർത്ഥം വേറെ ആയിരിക്കും.
ഈ ആക്ച്വലി ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന കാര്യമാണ് സിനോനിം എന്ന് പറഞ്ഞൊരു സാധനമില്ല. അത് സത്യത്തിലൊരു തെറ്റായ പ്രയോഗമാണ്. ഇപ്പം നമ്മൾ പലരും എഴുതുന്ന കണ്ടപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇവരെന്തിട്ട് എഴുതിയിട്ട് സിനോനിം എടുത്തിട്ട് മാറ്റും, ഇത് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട്. പര്യായങ്ങൾ എന്ന് പറഞ്ഞൊരു സാധനമില്ല. ഇപ്പം നായ പട്ടിയുടെ പര്യായമല്ല, അതൊരു ഭയങ്കര തെറ്റായ സങ്കല്പമാണ്. അപ്പം അതിന് ഞാനെപ്പോഴും ഈ മീഡിയത്തിൽ പറയാൻ പറ്റുമല്ലോ എന്നിട്ടില്ല, പറയാൻ പറ്റില്ലെങ്കിൽ കുറച്ചുകൊണ്ട് കട്ട് ചെയ്യാം, അത് കട്ട് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷേ ഇത് ഭാഷയുടെ ഒരു പ്രയോഗത്തിൻ്റെ ഒരു സൗന്ദര്യത്തിന് വേണ്ടി ഞാനത് പറയണമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം നമ്മളൊരാളെ നായിൻ്റെ മോനെ എന്ന് വിളിക്കണം, ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് വേണേൽ കട്ട് ചെയ്യാം. ശുനകൻ്റെ മോനെ എന്ന് വിളിച്ചാൽ ഈ പ്രയോഗത്തിന് അർത്ഥമില്ല ഉണ്ടാവും. ഇത് രണ്ടും സത്യത്തിൽ ഗ്രാമാറ്റിക്കലി നോക്കിയാൽ എന്താണ്, സെയിമാണ്, തമ്മിൽ അർത്ഥവ്യത്യാസങ്ങളൊന്നുമില്ല. അതിനകത്ത് ഇമോഷൻസ്, അത് ഒരു വാക്കിൻ്റെ അർത്ഥം അതിൻ്റെ ഏറ്റവും അതിൻ്റെ ആ ഒരു എറ്റിമോളജിയിലുണ്ട്. ഒരു വാക്കും രണ്ട് വാക്കും ഒരേ എറ്റിമോളജി എന്നല്ല ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഉത്ഭവം. അപ്പോൾ ഈ വാക്കുകൾ നമ്മളൊരു കോപ്പി റൈറ്റർ എഴുതുമ്പോൾ സിനോനിം യൂസ് ചെയ്തിട്ടാണ് എഴുതുക. നിങ്ങളുടെ ടീമിൽ ഇത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ എഴുതുമ്പോൾ ഞാൻ പലരുടെയും വാക്ക് വായിക്കും. ഈ അടുത്ത കാലത്ത് ഞാനും ഒരു കോപ്പി റൈറ്റർ തമ്മിൽ വലിയൊരു ഡിബേറ്റ് ഈ സബ്ജക്റ്റിൻ്റെ മുകളിലുണ്ടായി. അപ്പോൾ കോപ്പി റൈറ്റർ വളരെ സീനിയർ ആയിട്ടുള്ളൊരു കോപ്പി റൈറ്ററാണ്. അപ്പോൾ പുള്ളി അന്ന് ഈ വാക്കിൻ്റെ അർത്ഥം ഞാൻ സമ്മതിക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഞങ്ങൾ സൂക്ഷ്മമായിട്ട് അതിൻ്റെ എറ്റിമോളജി നോക്കി. അപ്പോൾ റിയലൈസ് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ശുനകനും നായിൻ്റെ മോനും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഈ വ്യത്യാസം ഭയങ്കര വലുതാണ്. നിങ്ങൾക്ക് അതിനെ ചെറുതായിട്ട് കാണാൻ പറ്റില്ല. നിങ്ങൾ ഭയങ്കര ദേഷ്യം പിടിച്ചിരിക്കുമ്പോൾ ഒരാളോട് ശുനകൻ്റെ മോനെ എന്ന് വിളിച്ചാൽ ചിരിക്കും, മറ്റേ നിങ്ങൾ തല്ലുമാകും. ഈ ഒരു ഇമോഷണൽ ഡിഫറൻസ് ഇത് കോപ്പി എഴുത്തിൻ്റെ ഒരു വലിയ പ്രോബ്ലമാണ്. പക്ഷേ ഈ കോപ്പി റൈറ്റിങ്ങിൽ പൊതുവിൽ ഇപ്പം സാർ പറഞ്ഞ പോലെ സാർ ഒരു മാത്സ് അധ്യാപകൻ്റെ അടുത്തായിരുന്നു ഇംഗ്ലീഷ് പഠിച്ചതെന്ന് പറഞ്ഞു. ഈ ഒരു പ്രശ്നം നമ്മളിപ്പോൾ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ്, ഒരു ലിറ്ററേച്ചർ പഠിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സിനോണിംസിൻ്റെ അകത്തും ആൻറ്റോണിംസിൻ്റെ അകത്തൊക്കെ ഒരുപാടധികം വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവരൊരു കോപ്പി റൈറ്റർ ആയാൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ട്രെൻഡ് വരില്ലേ? അല്ല, ഞാൻ ലിറ്ററേച്ചർ പഠിച്ച ആളാണ്. ഞാൻ ലിറ്ററേച്ചർ വളരെ സൂക്ഷ്മമായിട്ട് പഠിച്ച ആളാണ്. അപ്പോൾ ഈ ലിറ്ററേച്ചർ പഠിക്കുന്നു എന്നുള്ളത് തെറ്റല്ല. പക്ഷേ നിങ്ങൾ ഈ ലിറ്ററേച്ചർ പഠിക്കുന്നത് എത്രാമത്തെ വയസ്സിലാണ്? നമ്മുടെ എഡ്യൂക്കേഷൻ സമ്പ്രദായത്തിനൊരു സാധനമുണ്ട്. നമ്മൾ ഡിഗ്രി എത്തുമ്പോൾ 18ാമത്തെ വയസ്സിലാണ് അല്ലെങ്കിൽ 17ാമത്തെ വയസ്സിലാണ് നിങ്ങൾ ഈ സ്പെഷ്യലൈസേഷൻ്റെ ഈ ലെവലിൽ എത്തുന്നുള്ളൂ. അതിന് മുമ്പ് ജീവിച്ച 17 വർഷം നിങ്ങൾ കണ്ണ് തുറന്ന് കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾ ഷേക്സ്പിയറിനെ വായിക്കുമ്പോൾ നിങ്ങളുടെ നാട്ടിലൂടെ നടന്നു പോകുമ്പോൾ നിങ്ങൾ കണ്ട ശ്രീധരനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കട്ടപ്പനയിലെ കുട്ടപ്പനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ ഷേക്സ്പിയറിന് നന്നായിട്ട് അറിയായിരുന്നു. ഷേക്സ്പിയറിന് വളരെ കൃത്യമായിട്ട് അവരുടെ തലമുറയിലുണ്ടായിരുന്ന കാര്യങ്ങൾ അറിയുന്ന ഒരാളായിരുന്നിരിക്കണം ഷേക്സ്പിയർ. എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് ഷേക്സ്പിയർ ഇത് എഴുതിയിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഒരിക്കലും ഇത്രയും സുന്ദരമായിട്ട് മാർക്ക് ആൻ്റണിയുടെ സ്പീച്ച് ഒരിക്കലും ഇത്രയും വൈകാരികമാവുമായിരുന്നില്ല. അപ്പം ഈ ഒരു കണ്ടൻറ്റിനെ നമ്മളുടെ കോമൺ ലൈഫിലേക്ക് എങ്ങനെ കമ്പയർ ചെയ്യുന്നു. നമ്മൾ ഇന്നിപ്പോൾ ഒരു സാധനം വായിക്കുന്നു, നമ്മളിപ്പോൾ വളരെ വലിയൊരു ശാസ്ത്ര സാധനം വായിക്കുന്നു, വളരെ വലിയൊരു സാധനം, അത് എത്ര വലുതും ആയിക്കോട്ടെ. അല്ലെങ്കിൽ നമ്മളൊരു എക്കണോമിക്സ് വായിക്കുന്നു. ഇപ്പോൾ എക്കണോമിക്സ് വായിച്ചിട്ട് അതിനെ നമ്മുടെ ലൈഫിലേക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഇന്ന് രാവിലെ പച്ചക്കറി വാങ്ങാൻ പോകുമ്പോൾ ഇൻഫ്ലേഷൻ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഇൻഫ്ലേഷൻ എന്താണെന്ന് പല തരത്തിൽ നമുക്ക് സംസാരിക്കാം. പക്ഷേ എനിക്ക് ഒറ്റ കാര്യത്തിലേ സംസാരിക്കാൻ അറിയുള്ളൂ. ഇന്നലെ ഞാൻ വാങ്ങിയ പച്ചക്കറിയുടെ വില കഴിഞ്ഞ വർഷം ഇതിനേക്കാൾ 7% കുറവായിരിക്കും എന്നതാണ് എന്നെ സംബന്ധിച്ച് ഇൻഫ്ലേഷൻ. ഇപ്പോൾ 7% ഇൻഫ്ലേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് അത്രേ എനിക്കർത്ഥമുള്ളൂ. ഇതിൻ്റെ മുകളിലേക്കുള്ള ഞാൻ ആഡം സ്മിത്തിനും അമർത്യ സെന്നൊക്കെ വിട്ടുകൊടുത്ത്. പക്ഷേ ഈ ഒരു നോളജ് മാത്രമേ എനിക്ക് സ്പ്രെഡ് ചെയ്യാനുള്ളൂ. ഒരു അഡ്വർടൈസിങ് കാരണം എന്നല്ല, ഞാനിതിന് ഇങ്ങനെ സംസാരിക്കുള്ളൂ. ഇന്നലെ വാങ്ങിയ തക്കാളിയുടെ വില കഴിഞ്ഞ വർഷം വാങ്ങിയ തക്കാളിയേക്കാൾ 7% കൂടുതലാണ്. കോണ്ടന്റിൻ്റെ ഒരു പ്രായോഗിക തലം, അതിന് ഏറ്റവും ആളുകൾക്ക് അതാണ് കോണ്ടന്റ് റൈറ്റിങ്ങും ടെക്നിക്കൽ റൈറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം. ടെക്നിക്കൽ റൈറ്റിംഗ് വരുന്ന സമയത്ത് ഇതിനെ വളരെ ടെക്നിക്കലായിട്ട് എഴുതാൻ പഠിക്കണം. ഇതിനകത്ത് എങ്ങനെ ശാസ്ത്രീയത, ഇതിൻ്റെ ഒരു ഇൻഡെപ്ത് വൊക്കാബുലറി എന്താണ് എന്നൊക്കെ നമ്മൾ ആലോചിക്കണം. അവിടെ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഇപ്പം ഈ അക്കാദമിക് റൈറ്റിംഗ് ഉണ്ടല്ലോ, ഈ അക്കാദമിക് റൈറ്റിംഗ് ചിലപ്പോഴൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ വായിച്ചു നോക്കലുണ്ട്. അപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഒരു വാക്കും ആവശ്യമില്ല. അതൊന്ന് ഇരുന്ന് എഡിറ്റ് ചെയ്യാൻ ചിലപ്പോൾ അതിനകത്ത് ഒരു സാധനം ഉണ്ടാവില്ല. അതെന്തിനാണ് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്? അക്കാദമിക്കായ കാര്യത്തെ എന്തിനും നിങ്ങൾ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കണം? ഈ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ പഠിപ്പിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം കോംപ്ലിക്കേറ്റഡാണ്. സ്കൂളിൽ മാർക്ക് കിട്ടണമെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ജെറണ്ട് എന്താണെന്നുള്ള ഗ്രാമർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആക്റ്റീവ് വോയിസിന് വരും പാസീവ് വോയിസ് എഴുതിയ 2 മാർക്ക് കൂടുതലാണ്. സത്യത്തിൽ ആക്റ്റീവ് വോയിസിൽ എഴുതിയാൽ മതി. പക്ഷേ പാസീവ് വോയിസ് എഴുതിയത് വേറെ സാധനമായി. കാരണം അതിനകത്ത് ആവശ്യമില്ലാത്തൊരു വാസ് വന്നു, ആവശ്യമില്ലാത്തൊരു എന്തൊക്കെയോ കയറി വരുന്നു. അപ്പോൾ ഈ ഒരു സാധനത്ത് എഴുത്തിനെ എങ്ങനെ ഏറ്റവും സിമ്പിളായിട്ട് കാണാൻ പറ്റും, ഇതിനെങ്ങനെ പഠിപ്പിക്കാൻ പറ്റും, ഇതാണ് കോപ്പി റൈറ്റിങ്ങിൻ്റെ ഒരു സാധ്യത. അത് തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാനുണ്ട്, കോപ്പി റൈറ്റേഴ്സ് ഒരുപാടുണ്ട്, പക്ഷേ കോമൺ സെൻസ് വളരെ കുറവാണ്.
ഈ കോമൺ സെൻസാണ്. ഞാനും നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് വളരെ മനഃപൂർവ്വമാണ് വീഞ്ഞിനെക്കുറിച്ച് പറയുന്നത്. വീഞ്ഞിനെക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ ഓഡിയൻസിന് അത് ആൽക്കഹോളാണ്, എല്ലാവർക്കും വീഞ്ഞിൽ കുറച്ച് താല്പര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വീഞ്ഞ് കേൾക്കുമ്പോൾ ആളുകൾ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ലൈക്ക് അടിക്കും. അതേസമയം നമ്മൾ വേറെ എന്തിനെ കുറിച്ചെങ്കിലും പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോമൺ സെൻസിലേക്ക് നമ്മൾ കോപ്പി റൈറ്റിങ്ങിനെ കൊണ്ടുവരാൻ പറ്റിയാൽ അതാണ് നമ്മൾ കോപ്പി റൈറ്റിംഗ് ബേസിക്കലി അത് തന്നെയാണ്. അതിൽ വളരെ പാഷനേറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ ഇനി എല്ലാ തറകളും നന്നാവും എന്നുള്ളത് നമ്മൾ 2018 മറ്റാണ് ആ ക്യാമ്പയിൻ ഇറങ്ങുന്നത്. 2024 അത് വൈറലായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്നുണ്ട്. 6 വർഷം. ഇപ്പം അത് എന്താന്ന് പോലും ഇതൊരു പരസ്യമല്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇപ്പം അത് ആളുകൾ ഇതൊരു പരസ്യമാണെന്നാണ് ഹെഡ്ലൈൻ. എന്നോട് ക്ലൈൻറ്റ്, ഞാൻ അതിൻ്റെ ഒരു തമാശ പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യം ഒരു ക്ലൈൻറ്റ് എനിക്കൊരു ബ്രീഫ് വരുന്നു. അങ്ങനെ ഞാൻ പല കോപ്പി എഴുതുന്നതിൻ്റെ പ്രശ്നം വെച്ചാൽ നമ്മൾ ഓഫീസിലൊക്കെ ഇരുന്നിട്ട് 2, 3, 4 മണിക്കൂർ കഷ്ടപ്പെട്ട് ചിലപ്പോൾ 2, 3 ദിവസമോ കഷ്ടപ്പെട്ടാൽ നമുക്ക് കോപ്പി കിട്ടില്ല. ഇതെല്ലാം അപ്പോൾ നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ ഞാൻ വിട്ടേക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ വെറുതെ റോഡിലൂടെ നടക്കുമ്പോഴായിരിക്കും ഈ ഒരു മുന്നിലൂടെ തറ നടന്നു വരുന്നത്. അങ്ങനൊരു തറയാണല്ലോ. അപ്പം ഈ ഒരു കമ്പാരിസൺ എന്നാണ് ബാക്കി കാര്യം തുടങ്ങുന്നത്. ചെറിയ ഒരു തറയാണല്ലോ. അപ്പം നമ്മൾ ഇന്ന് ഫ്ലോറ് നമ്മുടെ ബാക്ക് എൻഡ് തലയുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ബ്രീഫും ഈ ഫ്രണ്ടിലൂടെ വന്ന തറയും തമ്മിൽ മെർജാകുമ്പോഴാണ് ഇനി എല്ലാ തറകളും നന്നാവും എന്ന്. ഞാനിത് കൊണ്ടുപോയിട്ടൊരു ക്ലയൻറ്റിന് ആദ്യം എനിക്ക് ബ്രീഫ് തന്ന ക്ലയൻറ്റിന് പ്രസൻറ്റ് ചെയ്യുന്നു. ക്ലയൻറ്റിന് സംഭവമൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷേ ധൈര്യമില്ല. ഇത് വർക്കാവുമോ, ഇത് നെഗറ്റീവ് അല്ലേ. നമ്മളിതിൽ നെഗറ്റീവ് പറയും. നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് മാത്രമേ പറയുന്നു. ഞാൻ ആരും തറയാന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഇറ്റാലിയൻ മാർബിളിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അടിപൊളി സാധനമാണ്. ഇറ്റാലിയൻ മാർബിൾ ഇടുന്നു, ബാക്കിയുള്ള സാധാരണ കാർപ്പറ്റ് ഇടുന്നത് നമ്മളുള്ളൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ ഫ്ലോർ നന്നാവും. ഞാൻ അത്ര തന്നെയേ പറഞ്ഞിട്ടുള്ളൂ. ഈ ബ്രാൻഡ് അത്രയേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ അതിനെ മുകളിൽ ചിന്തിക്കുന്നതൊക്കെ നിങ്ങളുടെ പ്രശ്നമാണ്. ബിക്കോസ് നിങ്ങൾ അതിൻ്റെ നെഗറ്റീവ് സൈഡ് കാണുന്നുണ്ട്. നമ്മളതിൻ്റെ പോസിറ്റീവ് സൈഡ് തന്നെ പറയുന്നത്. ഇനി എല്ലാവരും തറയാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാ തറകളും നന്നാവുമെന്നാണല്ലോ പറഞ്ഞില്ല. അപ്പം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാനതിൽ ഭയങ്കരമായിട്ട് ഞാൻ ഇത്രയും ഒരു 15 വർഷത്തോളമായി ഞാൻ അഡ്വർടൈസിങ്ങിൽ ഒരുപാട് തരത്തിലുള്ള നാഷണലി ഇൻ്റർനാഷണലുള്ള ക്ലയൻസിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ ഭയങ്കരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. പല ചെറിയ ബ്രാൻഡുകൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ കുറിച്ച് ഇത് ഇങ്ങനെ പറഞ്ഞാൽ, ഇതിന് ഇത്ര എക്സ്പ്ലനേഷൻ കൊടുത്താലേ ഇവർക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ എഴുതിയതിൽ ഏറ്റവും നല്ല കോപ്പിയായിട്ട് എനിക്ക് ലൈഫിൽ എന്നോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വലിയ ബ്രാൻഡുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ 2 കോപ്പി എന്നെ സംബന്ധിച്ച് ഭയങ്കര പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട കോപ്പിയാണ്. അത് 2 ഉണ്ടായ കഥ. ഒന്ന് KLM ആക്സിവയ്ക്ക് വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിൻ ചെയ്യുന്ന സമയം, അവരുടെ 20ാമത്തെ വർഷം. അപ്പം ഞാൻ ഒരുപാട് ആലോചിച്ചു എങ്ങനെ ഇത് പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ അന്ന് ഞാൻ ഒരു വരി മാത്രമാണ് പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ അതിങ്ങനെയായിരുന്നു: പണം കൊടുത്ത് ഞങ്ങൾ സ്നേഹം വാങ്ങി. പണം കൊടുത്ത് ഞങ്ങൾ സ്നേഹം വാങ്ങും. പണം കൊടുത്ത് ഞങ്ങൾ സ്നേഹം വാങ്ങി. പണം കൊടുത്ത് ഞങ്ങൾ സ്നേഹം വാങ്ങാൻ പറ്റില്ല എന്നെല്ലാവരും പറയും. അതെ. പക്ഷെ പണം കൊടുത്താൽ സ്നേഹം കിട്ടില്ല എന്നുള്ളൊരു സങ്കല്പം മാത്രമല്ലേ. ഞാൻ അത് പല സ്ഥലത്തും ഈ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് ഈ കോപ്പി പറയുമ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയലുണ്ട്. ഇപ്പം നമ്മളൊരു കോളേജിലൊരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു, ഒരു പെൺകുട്ടിയുടെ ബാക്കിൽ നടക്കുന്നു. നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ ബാക്കിൽ നടക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. ഈ പെൺകുട്ടിയാണെങ്കിൽ എല്ലാ ദിവസവും പറ്റില്ല അറിയും. രാവിലെ പോകും, ഞാൻ ഐ ലവ് യു പറയും, അവളെ പറ്റില്ല അറിയും. 5 വർഷം കഴിഞ്ഞ് ഈ കുട്ടിയുടെ അമ്മയ്ക്ക് ഒരു ലിവർ സിറോസിസ് ഉണ്ടാവും. അപ്പോൾ ട്രീറ്റ് ചെയ്യാൻ ഒരു 5 ലക്ഷം രൂപ വേണം. അപ്പോൾ ഈ ആൾ അന്ന് വരെ ബാക്കിൽ നടന്ന ആൾ ആ വഴിക്ക് പോയില്ല. പക്ഷേ വേറൊരാൾ സോഴ്സ് വഴി ഈ 5 ലക്ഷം രൂപ ഇയാൾ എങ്ങനെയോ കഷ്ടപ്പെട്ട് 5 ലക്ഷം ഉണ്ടാക്കിയിട്ട് ഇവനാണെന്ന് പോലും അറിയാതെ അവിടെ അടയ്ക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് ഈ പെൺകുട്ടി അറിയായിരുന്നു അന്ന് പൈസ അടച്ചത് ഇവനാണ് എന്നിട്ട് ഇവൻ പിന്നെ വഴിക്ക് വന്നിട്ടൊന്നുമില്ല. ഇവൻ അതിൻ്റെ ക്ലെയിം എടുക്കാനും വന്നില്ല, ഇവൻ ആ വഴിക്കും വന്നില്ല. 5 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി അറിയാണ് അന്ന് ഇവനായിരുന്നു ആ പൈസ കൊടുത്തതെന്ന് പറഞ്ഞാൽ അവന് സ്നേഹം കിട്ടുമോ? എന്തായാലും ഒരു ഇമോഷൻ എന്തായാലും അവിടെ എന്തായാലും സ്നേഹം കിട്ടും. പണം കൊടുത്താൽ സ്നേഹം കിട്ടും. അതിൻ്റെ നമ്മൾ പണം കൊടുത്ത് തൂക്കി വാങ്ങുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പണം കൊടുത്താൽ സ്നേഹം കിട്ടും. അത് തന്നെയാണ് നമ്മളുടെ ഫിനാൻസ് കമ്പനികൾ ചെയ്തത്. എല്ലായ്പ്പോഴും അല്ലെങ്കിലും പണം കൊടുത്താലും സ്നേഹം കിട്ടും എന്നുള്ളൊരു അർത്ഥമുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒരു ഫിനാൻസ് കമ്പനികൾ എപ്പോഴും നമ്മൾ നെഗറ്റീവായിട്ടാണ് കാണുന്നത്. എനിക്കത് ഭയങ്കര ഒരു സങ്കടമുള്ള കാര്യമാണ്. ഫിനാൻസ് കമ്പനികൾ എത്രയോ നല്ല കമ്പനികളാണ്. അവർ നിങ്ങളുടെ ഇപ്പം SBI ബാങ്കിൽ പോയാൽ എനിക്ക് എന്ത് വേണം? എനിക്ക് കമ്പനിയുടെ ഇത് വേണം, മറ്റേത് വേണം, മറിച്ചത് വേണം, ഡോക്യുമെൻ്റ് വേണം. പക്ഷേ എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുക, എൻ്റെ ആകെയുള്ളൊരു താലിമാലയാണ്. ഞാൻ ഈ താലിമാല ഊരി അങ്ങോട്ട് കൊടുക്കുന്നു, അവരെനിക്ക് 50,000 രൂപ തരുന്നു, അമ്മയ്ക്ക് ഞാൻ മരുന്ന് വാങ്ങുന്നു. ഇതൊരു കാരുണ്യ പ്രവർത്തനം തന്നെയാണ്. എന്തിനാണ് നമ്മൾ ഭയങ്കരമായിട്ട് അവരെ കുറ്റം പറയുന്നത്? അവർ ചെയ്യുന്ന ഒരു കാരുണ്യ പ്രവർത്തനം തന്നെയാണ് ഫിനാൻസ് കമ്പനികൾ. അതുകൊണ്ടാണ് ഞാൻ ഈ പണം കൊടുത്ത് ഞങ്ങൾ സ്നേഹം വാങ്ങിയെന്ന് വളരെ ഡെലിബറേറ്റായിട്ട് എഴുതുന്നത്.
കാരണം അതിൽ വലിയ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നുണ്ട് അവർ. ഇല്ലെങ്കിൽ നമ്മളാരും പോയിട്ട് നമ്മളിപ്പോൾ പലിശ കൊടുക്കാൻ വേണ്ടി, എന്നിട്ട് ഈ പലിശ വാങ്ങി അമ്മയ്ക്ക് മരുന്ന് വാങ്ങിയ ആൾ തന്നെ ഈ കമ്പനിയെ പിന്നെ കുറ്റവും പറയും. ആക്ച്വലി അത്തരത്തിലുള്ള അതുകൊണ്ടാണ് ഈ കോപ്പിയാണ് എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെട്ട കോപ്പി എന്ന് എനിക്ക്. രണ്ടാമത്തെ ഒരു കോപ്പി കുറേ കാലം മുമ്പ് എഴുതിയതാണ്. ഒരു ഓർഗാനിക് ഫ്രഷ് ബ്രാൻഡ് എൻ്റെ അടുത്ത് വരുന്ന സമയത്ത്. അപ്പോൾ അത് നമുക്ക് കിട്ടിയ ഡയറക്ഷൻ ഭയങ്കര രസമായിരുന്നു. അതായത് നോയിഡയിലെ എക്സ്പ്രസ് വേയിൽ ഒറ്റ ഹോർഡിങ്ങേ വെക്കുള്ളൂ. അതൊരു ഭയങ്കര ചലഞ്ചിങ് ബ്രീഫാണ്. നമ്മളോടൊരു ക്ലൈൻറ്റ് പറയുകയാണ് ഞങ്ങൾ ഒറ്റ ഹോർഡിങ്ങേ വെക്കുള്ളൂ, അത് ഇന്ന സ്ഥലത്താണ്, ഞങ്ങളുടെ ടാർഗറ്റ് ഇതാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ട് ഞങ്ങൾ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് പ്രൊഡക്റ്റ് ഇത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം, മാസത്തിൽ ഇത്ര തക്കാളി ഓർഡർ ചെയ്യാം. പക്ഷേ ഞങ്ങളെന്താണ് ഓർഗാനിക്കാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്, ഞാൻ പറഞ്ഞത് 5-6 വർഷങ്ങൾക്ക് മുമ്പുള്ള, 5-6 അല്ല ഒരു 10 വർഷം മുമ്പുള്ളൊരു കഥയാണ്. അപ്പം എനിക്ക് ഈ ബ്രീഫ് കിട്ടിയ സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ വെച്ചാൽ ഒറ്റ ഹോർഡിങ്ങേ ഉള്ളൂ. ഈ ഒറ്റ ഹോർഡിങ്ങിൽ നിന്ന് ഇവർ പറയുന്ന ടാർഗറ്റ് ഓഫ് ഡൗൺലോഡ്സ് ഞാൻ എത്തിക്കണം. അത് സംബന്ധിച്ച് വേറെ ഒരു പ്രൊമോഷൻ മെറ്റീരിയലില്ല. ഞങ്ങളുടെ മൊത്തം പൈസയും ഈ നോയിഡയിലെ ഈ എക്സ്പ്രസ് വേയിൽ ഒറ്റ ഹോർഡിങ്ങിൽ തീരും. അപ്പം ഈ ബ്രീഫ് എന്നെ സംബന്ധിച്ച് ഞാൻ ലൈഫിൽ കേട്ടിട്ടുള്ള ഏറ്റവും ടഫസ്റ്റ് ബ്രീഫ്. ഇതല്ലാതെ ഒരു ബ്രീഫും കൂടി എനിക്ക് ഇതേപോലെ ടഫസ്റ്റ് ആയിട്ട് കേട്ടിട്ടുണ്ട്. ആ ബ്രീഫ് ഞാൻ പറയാം, അതൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. അപ്പോൾ എന്നിട്ട് അവരത് വെച്ചു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ കുറേ ചിന്തിച്ച്, ഞാൻ എത്രയോ രാത്രികൾ ഉറക്കമുളച്ചിട്ട് ഈ സാധനം ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഒടുവിൽ ഞാൻ എഴുതിയ കോപ്പി എനിക്കിപ്പോഴും എൻ്റെ പേഴ്സണലാണ്. ആപ്പിൾ ഈസ് മെയ്ഡ് ഓഫ് ക്യാരറ്റ് എന്നാണ്. ആപ്പിളിൻ്റെ സിമ്പിളാണ് ആപ്പിൾ ഈസ് മെയ്ഡ് ഓഫ് ക്യാരറ്റ്. ആപ്പിൾ ഈസ് മെയ്ഡ് ഓഫ് ക്യാരറ്റ്. ആപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്പിളിൻ്റെ, സ്റ്റീവ് ജോബ്സിൻ്റെ ആപ്പിൾ ഐഫോണിൻ്റെ ആപ്പിളിൻ്റെ ഒരു പടവും ഈസ് മെയ്ഡ് ഓഫ് എന്ന് പറഞ്ഞ ക്യാരറ്റിൻ്റെ ഒരു പടം. എന്നിട്ട് അടിയിൽ നമ്മളൊരു വരി കൊടുത്തു, ടു നോ മോർ അബൌട്ട് ലോഗിൻ ടു ദിസ് സൈറ്റ്. അപ്പോൾ സൈറ്റിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇത് എനിക്ക് കിട്ടിയ ഒരു 2 ഇൻസൈറ്റിനകത്ത് ഞാൻ പറയാം എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു അപ്രോച്ച് എടുക്കും. ഇതിനകത്ത് ക്രിയേറ്റിവിറ്റി അല്ല ഇതിൻ്റെ ആംഗിൾ. ഒരു കാര്യം എനിക്കറിയാവുന്നത്, ആപ്പിൾ എന്ന് കണ്ടാൽ IT പാർക്കിലുള്ള 80% ആളുകളും അത് ഓപ്പൺ ചെയ്ത് നോക്കും. അതാണ് സ്റ്റീവ് ജോബ്സ് ഉണ്ടാക്കിയ ആപ്പിളിൻ്റെ ഒരു വാല്യൂ. IT ആണ്, യൂത്താണ്. സ്വാഭാവികമായിട്ട് ആപ്പിൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ അതെന്തായാലും ആപ്പിളിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും ആളുകൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കും. സോ എൻ്റെ ഒരു ടാർഗറ്റ് അവിടെ മീറ്റ് ചെയ്തു. ആപ്പിൾ വെച്ചാൽ അവരത് ഓപ്പൺ ചെയ്ത് നോക്കും. പിന്നെ ആപ്പിൾ ഇസ് മെയ്ഡ് ഓഫ് ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതെന്താണെന്ന് അറിയാമെന്നുള്ളത് ഇതിൽ ക്യൂരിയോസിറ്റി ഡ്രൈവ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഉള്ളത്തെ സൈറ്റിൽ നമ്മൾ കൊടുത്തതെന്ന് വെച്ചാൽ ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ്, മിക്കവാറും സ്വന്തം തോട്ടത്തിലുണ്ടാക്കിയ ഫുഡ്, പച്ചക്കറികൾ മാത്രം കഴിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് സ്റ്റീവ് ജോബ്സ് എന്നുള്ള. അയാളുടെ ആത്മകഥ വായിക്കുന്ന സമയത്ത് ഐസക്സൺ എഴുതിയ സ്റ്റീവ് ജോബ്സിൻ്റെ ആത്മകഥ എന്നാണ് ആക്ച്വലി അത് വായിക്കുന്ന സമയത്ത് കിട്ടിയൊരു ഇൻസൈറ്റാണിത്. സ്വന്തം തോട്ടത്തിൽ നിന്ന് പച്ചക്കറി പറിച്ച് തിന്നുന്ന ഒരു മനുഷ്യൻ ആണ് സ്റ്റീവ് ജോബ്സ്. അപ്പം ഞങ്ങൾ പറഞ്ഞത്രേ ഉള്ളൂ, സ്റ്റീവ് ജോബ്സ് ഇത് ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഇയാൾക്ക് ആപ്പിൾ ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു. ഇയാൾ വിഷമുള്ള വാചകം എങ്ങനെയായിരുന്നു, വിഷമുള്ള പച്ചക്കറികൾ വാങ്ങിയാണ് സ്റ്റീവ് ജോബ്സ് കഴിച്ചിരുന്നെങ്കിൽ ആപ്പിൾ ഉണ്ടാവില്ലായിരുന്നു. സബ്സ്ക്രൈബ് ടു അവർ ഓർഗാനിക് ഫുഡ് പ്രൊഡക്ട്സ്. സോ ഇറ്റ് ക്രിയേറ്റ് എ വാല്യൂ. അപ്പോൾ ഇതിനകത്ത് കുറേ നോളജ് സ്പേസിനെ നമ്മൾ ഇതിനകത്തേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ബ്രീഫിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒന്ന് ആ പുസ്തകം വായിച്ച ഓർമ്മ, ഒന്ന് സ്റ്റീവ് ജോബ്സിനെ കുറിച്ചുള്ള നമ്മളുടെ ഒരു നോളജ്, 2 IT കമ്മ്യൂണിറ്റി സ്റ്റീവ് ജോബ്സിനെ വായിക്കും എന്നുള്ള നമ്മുടെ ഇൻസൈറ്റ്, ഇതെല്ലാം ആ ഒരു ലൈനിൽ നടന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ബാക്കിൽ വലിയൊരു പ്രോസസ്സ് ഉണ്ട്. കാരണം നമ്മൾ എത്രയോ വർഷം കൊണ്ട് നമ്മൾ നേടുന്ന അറിവാണ് നമ്മൾ ശരിക്കും ഒരു കോപ്പിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇതേപോലെ തന്നെ ഒരു ഭയങ്കര ബ്രീഫ് എനിക്ക് ലൈഫിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരിക്കലും ജീൻ്റെ ഒരു ബ്രീഫായിരുന്നു. ജി ഹെൽത്ത് കെയർ ഒരു മെഡിക്കൽ കോൺക്ലേവിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ മുന്നിലൊരു ഭയങ്കര രസകരമായൊരു ബ്രീഫ് ഇട്ടു. ചലഞ്ചിങ് ആണ്. ഒരു ലീഫ്ലെറ്റ്, ഒരു സിംഗിൾ പേജ് ലീഫ്ലെറ്റ് ഉണ്ടാക്കണം. പക്ഷേ നിങ്ങൾക്ക് പൈസ തരണമെന്നുണ്ടെങ്കിൽ ആ കോൺഫറൻസ് കഴിയുമ്പോൾ അവിടെയുള്ള ഒറ്റ വേസ്റ്റ് ബാസ്ക്കറ്റിലും എന്തുണ്ടാവാൻ പാടില്ല, ഇല്ലേ നിങ്ങൾക്ക് പൈസ തരില്ല. അവിടെ വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചത് തന്നെ രണ്ടാമത്തെ കാര്യം, ഒരു ഡോക്ടറും ജീൻ്റെ ലീഫ്ലെറ്റുമായിട്ട് വീട്ടിൽ പോകാൻ പോകുന്നില്ല. ഓൺലി റേഡിയോളജിസ്റ്റിൽ വരുന്നൊരു ഇവൻ്റാണ്. ഞങ്ങൾക്ക് ഒരു കാര്യം 100% ഉറപ്പുണ്ട്, ഡോക്ടർ അയാളുടെ ലീഫ്ലെറ്റ് പോയിട്ട് അയാളെ വഴിക്ക് പോലും നോക്കില്ല. ഈ ലീഫ്ലെറ്റ് അയാൾക്ക് കൊടുക്കുകയും വേണം. എത്രയോ നമ്പർ, 1500-2000 നമ്പറാണ് നമുക്ക് തന്ന ടാർഗറ്റ്. 2000 അടിക്കണം. അതിൽ ഒരെണ്ണം പോലും അവസാനം വേസ്റ്റ് ബാസ്ക്കറ്റിൽ വരാൻ പാടില്ല നിങ്ങളുടെ പൈസ കിട്ടണമെങ്കിൽ. അപ്പം ആദ്യം എനിക്ക് വേണ്ടാന്ന് തോന്നി, ഇത് എടുക്കാതിരിക്കുകയുള്ളൂ ബെറ്റർ. പക്ഷെ രണ്ടാമത് ഞാൻ ചോദിച്ചത് എടുത്തിട്ടേ പറ്റും, ഇത് എടുക്കണമല്ലോ. ഇങ്ങനത്തെ ചലഞ്ച് വരുമ്പോഴാണല്ലോ ലൈഫിൽ രസം. അങ്ങനെ ഞങ്ങളൊരു തോട്ട് പ്രോസസ്സിലിടുന്നു. അപ്പം ഇതിന് കോപ്പി ഒന്നും ഞങ്ങളോട് ചിന്തിച്ചില്ല. ഞങ്ങളുടെ മുന്നിലുള്ള പ്രോബ്ലം ഇത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുന്നതാണ്. അപ്പോഴാണ് ഞങ്ങളിങ്ങനെ ഇരുന്നിരുന്ന് കുറേ ബ്രെയിൻ സ്റ്റോം ചെയ്ത സമയത്ത് നമ്മുടെ മനസ്സിൽ ഐഡിയ വരികയാണ്, ജിക്ക് ഒരു റൗണ്ടാണ് ജീൻ്റെ ലോഗോ. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു, നാണയം
ഒരു പൈസ ആരും വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടില്ല. അത് 25 പൈസ ആയാൽ പോലും നമ്മളുടെ ഇന്ത്യൻ കൾച്ചർ വെച്ചിട്ട് ആ പൈസ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാൻ മനസ്സനുവദിക്കില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 5 ഓരോ രൂപ തുട്ടെടുത്തു. എന്നിട്ട് അതിനെ ഈ ലീഫ്ലെറ്റിൽ ലാമിനേറ്റ് ചെയ്തു. 5 രൂപ തുട്ടാണ്. 5 രൂപയുള്ള വില. 5 × 5 2500 25,000 രൂപ കൊണ്ട് എന്തായി പരിപാടി കഴിഞ്ഞു. പക്ഷേ എന്ത് സംഭവിച്ചു, ഈ 5 രൂപ തുട്ട് ഇതിനകത്ത് ഒട്ടിച്ചു വെച്ചുകൊണ്ട് ഇത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാൻ ഒരു ഡോക്ടർ എന്നല്ല, ഇപ്പോൾ ഇവിടുത്തെ ബില്യണർ ആയാൽ പോലും ഈ സാധനം വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടില്ല. ഒറ്റ ഒന്ന് പോലും വേസ്റ്റ് ബാസ്ക്കറ്റിൽ വിടാതെ ആ ക്യാമ്പയിൻ നമ്മൾ പൂർത്തിയാക്കി. അപ്പം ഞാൻ പറഞ്ഞത് ഒരു ബ്രീഫിനെ നമ്മൾ എന്താണ് ബ്രീഫ്, ആ ബ്രീഫിലേക്ക് തീവ്രമായി പോയിട്ട് അതിന് പലതരത്തിൽ നമ്മൾ പല ആംഗിളും നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒന്നാണ് അഡ്വർടൈസിംഗ് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ തെറ്റിപ്പോരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ കോപ്പി എന്തായിരുന്നു എന്ന് വെച്ചാൽ, കറക്റ്റ് കോപ്പി എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഇതിൻ്റെ കോൺസെപ്റ്റ് ഇങ്ങനെയായിരുന്നു, എന്താ പറയുക, ദ വാല്യൂ ഫോർ മണി മെഡിക്കൽ എക്യുപ്മെൻറ്റ്, സംതിങ് ലൈക്ക് ദാറ്റ്. 5 രൂപയുടെ തൊട്ട് വെച്ചിട്ട് 50 ലക്ഷത്തിൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ പറയുകയാണ്. വാല്യൂ ഫോർ മണി ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു തോട്ട് പ്രോസസ്സാണ് എനിക്ക് തോന്നുന്നു കണ്ടൻറ്റിൻ്റെ ഒരു സ്ട്രെങ്ത്. ചിലപ്പോൾ ഈ കോണ്ടന്റ് അകത്ത് കമ്മ്യൂണിക്കേഷനാണ് സാർ കൂടുതലും സ്ട്രെസ് ചെയ്ത് പറയുന്നത്. പക്ഷേ ഇപ്പം കൂടുതൽ ആൾക്കാർ ഒരു ക്രിയേറ്റിവിറ്റി എന്നുള്ള രീതിയിലാണ് എല്ലാ സാധനത്തിനെയും കൺസിഡർ ചെയ്യുന്നത്. അതിനെ പറ്റിയിട്ട് സാറിന് എന്താ ഒരു തോട്ട്? ഇതിൽ ആക്ച്വലി ഞാൻ നേരത്തെ എനിക്ക് തോന്നിയൊരു കാര്യം, ക്രിയേറ്റീവ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഇൻഡസ്ട്രി അല്ല നമ്മൾ എല്ലാവരും. ഞാൻ ക്രിയേറ്റീവ് ഏജൻസി എന്ന് പറയുന്നു. ഞാൻ ഒരിക്കലും എൻ്റെ ഒരു കമ്പനിയിലും ഞാൻ ക്രിയേറ്റീവ് ഏജൻസി എന്നൊരു വാചകം ഉപയോഗിച്ചിട്ടില്ല. ഇതിൽ ക്രിയേറ്റിവിറ്റി അല്ല, ഇതൊരു ക്രിയേറ്റീവ് ഏജൻസിയോ ക്രിയേറ്റീവ് ബിസിനസ്സോ അല്ല നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ബിസിനസ്സിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ക്ലയൻ്റ് ഒരു പ്രൊഡക്റ്റുമായിട്ട് നമ്മുടെ അടുത്ത് വരുന്നു. പ്രൊഡക്റ്റ് എന്തും ആവാം, ആ പ്രൊഡക്റ്റ് എന്താണെന്ന് ഇപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ വരുന്ന ഒരാളുടെ നമ്മുടെ ക്രിയേറ്റിവിറ്റി, ഞാൻ പോർട്ട്ഫോളിയോ ഉണ്ടാക്കാത്ത, ബിഹാൻസിൽ പ്രൊഫൈൽ ഇല്ലാത്ത ക്രിയേറ്റീവ് ഡയറക്ടറാണ്. നിങ്ങൾക്ക് ലോകത്ത് ഏത് ഒരു ഇയർ ആയുള്ള ആളുടെ ബിഹാൻസിൽ നിങ്ങൾക്ക് പ്രൊഫൈൽ കാണാൻ പറ്റും. പക്ഷേ ബ്രാൻഡ് സ്വാമിയുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് ബിഹാൻസിൽ കാണാൻ പറ്റില്ല. കാരണം എൻ്റെ ക്രിയേറ്റിവിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടല്ല ക്ലയൻ്റ് എനിക്ക് പൈസ തരുന്നത്. ആദ്യത്തെ 2 വർഷത്തിന് ശേഷം ഒരു ക്രിയേറ്റീവ് അവാർഡ്സിലും അപ്ലൈ ചെയ്യാത്ത, ഫസ്റ്റ് വർഷം ഞാൻ കമ്പനി തുടങ്ങി ആദ്യത്തെ വർഷം എനിക്ക് പെപ്പർ അവാർഡ്സ് കിട്ടുന്നു. പിന്നീട് ഒരിക്കൽ പോലും ഞാൻ ഒരു അവാർഡിനും കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അപ്ലൈ ചെയ്തിട്ടില്ല. പക്ഷെ പല അവാർഡുകളുടെയും പിറകിൽ ജൂറി ബോർഡിലുണ്ട്. ഉണ്ട് അത് അതിൻ്റെ. പക്ഷേ എനിക്ക് അവാർഡ് വേണ്ട, അവാർഡുകളല്ല എന്നെ തീരുമാനിക്കുന്നത്. എൻ്റെ ഒരു ക്യാമ്പയിൻ ആളുകൾ സസ്റ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൽ ക്രിയേറ്റിവിറ്റി അല്ല, ഇതിൽ കമ്മ്യൂണിക്കേഷനാണ് പ്രധാനം. ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് വന്നത്. ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമല്ല, അയാളുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരേ ഒരു ഇൻറ്റൻഷൻ അതിൽ ഏത് ആംഗിൾ വെച്ചാൽ അത് വിൽക്കും എന്നുള്ളതാണ്. ഏത് ആംഗിളാണ് ഇതിൽ വിൽക്കാൻ പറ്റിയ ആംഗിൾ. ഈ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് മറ്റൊരാളിലേക്ക് ഏത് ഭാഷയിലും, അത് ഞാൻ ഭാഷ എന്ന് പറയുന്നത് അതൊരു വീഡിയോ ആവാം, കണ്ടൻറ്റ് എന്ന് പറയുന്നത് കോപ്പി എഴുത്തല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഈ കോപ്പി വേഴ്സസ് കണ്ടൻറ്റ് ഡിഫറൻസ് ഉണ്ട്. അപ്പം നമ്മളൊരു കണ്ടൻറ്റ് എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. 2012 ഞാൻ കമ്പനി തുടങ്ങുമ്പോൾ എൻ്റെ കമ്പനിയുടെ ടാഗ് ലൈൻ വിത്തൗട്ട് കണ്ടൻറ്റ് ദർ ഈസ് നോ മാർക്കറ്റിംഗ് എന്നായിരുന്നു. വിത്തൗട്ട് കണ്ടൻറ്റ്, വിത്തൗട്ട് കോപ്പി ഞാൻ പറയുന്നില്ല, വിത്തൗട്ട് കണ്ടൻറ്റ്. ഇപ്പോൾ കണ്ടൻറ്റ് മാനുഫാക്ചറിങ് കമ്പനി എന്ന് നിങ്ങളൊരു കമ്പനിക്ക് പേരിടുമ്പോൾ അതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്റ്റ് ഉണ്ട്. കണ്ടൻറ്റ് മാനുഫാക്ചർ ചെയ്യപ്പെടേണ്ട ഒരു സാധനം. കണ്ടൻറ്റ് മാനുഫാക്ചറിങ് എന്ന് വെച്ചൊരു പ്രോസസ്സ് ഉണ്ട്, ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്, ഒരു ഓപ്പറേഷണൽ സാധനമുണ്ട്. കണ്ടൻറ്റ് ശരിക്കും ഈ പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോകണം, അതിന് റിസർച്ച് വേണം. ആക്ച്വലി ഞാൻ എപ്പോഴും പറയുന്ന ഒരു തിയറി ഉണ്ട് കോപ്പി എഴുത്ത് മാത്രമല്ല, ലൈഫിൽ എല്ലാ കാര്യത്തിലും ഞാനതൊരു തിയറി ആയിട്ട് തന്നെ എഴുതി വെച്ചിട്ടുള്ളൊരു തിയറിയാണ്. 40-40-20 എന്ന് പറയും. അതെൻ്റെ ഒരു റൂളായിട്ട്, ബ്രാൻഡ് സ്വാമിയുടെ റൂളായിട്ട് നമ്മുടെ ഓരോ കമ്പനിയിലും ഞങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഒരു സാധനമാണ്. 40-40-20 റൂള് വളരെ സിമ്പിളാണ്. ആദ്യത്തെ 40% ടൈം നിങ്ങൾക്ക് കിട്ടുന്ന ബ്രീഫ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. 10 ദിവസം കയ്യിലുണ്ടെങ്കിൽ 4 ദിവസം നിങ്ങൾ ആ ബ്രീഫ് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ. ആ ബ്രീഫ് വീണ്ടും 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 വായിക്കുക. നെക്സ്റ്റ് 40% ടൈം എന്തിനാ? ഈ വായിച്ച ബ്രീഫിൻ്റെ ബാക്ക് എൻഡിൽ റിസർച്ച് ചെയ്യാനാണ്. 4-4-8 ഇനി നിങ്ങളുടെ 2 ദിവസമേ ഉള്ളൂ. ഈ അവസാനത്തെ 20% കൊണ്ടാണ് നിങ്ങളുടെ എക്സിക്യൂഷൻ നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം 90% ഓഫ് ആളുകൾ അത് എന്ത് ജോബിലായാലും തിരിച്ചാ ചെയ്യാം. ആദ്യത്തെ 40 ഇവർ ആദ്യത്തെ ഒരു 20% ഒരു ബ്രീഫ് വായിക്കും. പിന്നത്തെ ഒരു 40% എന്താ വെച്ചാൽ ഇവർ വർക്ക് ചെയ്യും, എന്നിട്ട് നമുക്ക് ഫെയിലാവും. എന്നിട്ട് അവസാനത്തെ 40% വർക്കാണോ റിസർച്ചാണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് പിന്നെ അവിടെ ഒരു അവിയലുണ്ടാക്കലാണ്.
അപ്പോൾ ആക്ച്വലി ഈ ആദ്യത്തെ 2 പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ സയൻറ്റിഫിക് ആവും. അപ്പോൾ കോപ്പി എടുത്തിലേക്ക് ഒരു സയൻറ്റിഫിക് ആംഗിൾ വരും. ഇപ്പം വെച്ചാൽ നമ്മൾ കാണുന്ന പല കോപ്പികളിലും ക്രിയേറ്റിവിറ്റി എങ്ങനെ വിൽക്കാം എന്നുള്ളതാണ് ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷേ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒറ്റ ആംഗിൾ മാത്രം നമ്മളിതിനെ നോക്കണം. ഇതിനകത്ത് ക്രിയേറ്റിവിറ്റിയുടെ ആംഗിളിന് അപ്പുറത്തേക്ക് കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ വരുന്ന ആളുകളെ സംബന്ധിച്ച് അത് ഭയങ്കര, അത് ബ്രാൻഡിൻ്റെ സെയിൽസ് ആംഗിൾ ഭയങ്കര കൂടുതലായിരിക്കും. സെയിൽ ചെയ്യുക അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ലോങ് ഫോം കണ്ടൻറ്റ് കൂടുതൽ വിൽക്കുന്നു എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കോപ്പി ഡ്രിവൺ അഡ്വർടൈസ്മെൻറ്റിൻ്റെ സെയിൽസ് സാധ്യത കൂടുതലാണ്. അത് പല ക്ലയൻറ്റും അംഗീകരിച്ചു കൊടുക്കാത്ത. നിങ്ങളുടെ സ്ട്രോങ് കോപ്പിയാണോ? റെഡ് ബുള്ള് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാറില്ല. റെഡ് ബുള്ളറ്റ് എന്ന് പറയുന്ന ഒരു മാഗസിൻ്റെ അപ്പുറത്ത് അവർ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാറില്ല. റെഡ് ബുള്ളറ്റിന് എന്താ ചെയ്യുന്നത്? റെഡ് ബുള്ളൻ ചെയ്യുന്നത് സ്പേസിൽ നിന്ന് ഒരാളെ താഴേക്ക് ഇടും. ഫ്രീ ജമ്പ്. സ്പേസിൽ നിന്ന് ഒരാൾ താഴേക്ക് ഇടും, എന്നിട്ടൊരു ക്യാമറ വെക്കും, അയാൾ താഴെ എത്തിയോ നോക്കൂ. താഴെ എത്തുമ്പോൾ മില്യൺസ് ഓഫ് വ്യൂ കണ്ടന്റാണ്. അതിൻ്റെ ഇയാൾ താഴെ വരുന്നവരെ നമ്മളൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കുക. നമുക്ക് ഇവിടുന്ന് താഴേക്ക് ഒരു സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് ചാടാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരാൾ സ്പേസിൽ നിന്ന് താഴോട്ട് ഒന്നും ഇല്ലാണ്ട് ചാടുന്നത്. എന്നിട്ട് താഴെ എത്തുന്നു, അയാളുടെ പാരച്യൂട്ട് വിടരുന്നു, അയാൾ ആ പാരച്യൂട്ടിൽ റെഡ് ബുള്ള്. ഈ പാരച്യൂട്ട് വിടുന്നവരെ നമ്മളെന്തിനാ, ഈ പാരച്യൂട്ട് ഇത് ഓണാവുന്നവരെ നമ്മളിങ്ങനെ നോക്കിക്കുകയാണ്. വിടുന്ന വരുമ്പോൾ എന്താ വലിയൊരു റെഡ് ബുള്ള്. നമ്മളെന്താ കണ്ടേ? ഒരാൾ ചാടുന്ന കാണാൻ വേണ്ടി ഇരുന്നത്, പക്ഷെ കണ്ടതെന്താ? റെഡ് ബുള്ളാണ് കണ്ടത്. സോ ഇതാണ് അഡ്വർടൈസിങ്. കണ്ടന്റ് എന്ത് എന്നുള്ളതല്ല, എങ്ങനെ ഓഡിയൻസിനെ നിങ്ങൾക്ക് പിടിച്ചിരുത്താൻ പറ്റും. പക്ഷേ ഇതിനകത്ത് കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയർ ആണ്. ഞങ്ങൾ എനർജി, ഇത് ഇവരുടെ ഫോക്കസ് മാറുന്നില്ല. റെഡ് ബുള്ള് വെക്കുന്ന ഓഡിയൻസ് എന്താണ്? രാവിലെ ജിമ്മിൽ പോകുന്ന ആളുകളാണ് റെഡ് ബുള്ള് വാങ്ങി കുടിക്കുന്നത്. അപ്പോൾ ഈ ഓഡിയൻസ് എന്താ കാണുക? ഈ ഓഡിയൻസ് എയറോബിക് ആയിട്ടുള്ള ഫിറ്റ്നസ് ആക്ടിവിറ്റിയാണ് കാണുക. അപ്പോൾ റെഡ് ബുള്ളറ്റിൻ പോലൊരു മാഗസിൻ എന്താണ്? അതിൻ്റെ ഏറ്റവും നല്ല കണ്ടൻറ്റ് പ്രൊഡക്ഷൻ സെൻ്ററാണ്. അപ്പോൾ ഈ അഡ്വർടൈസിങ്ങും കണ്ടൻറ്റും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. അപ്പോൾ ക്രിയേറ്റിവിറ്റി ഇതിലില്ല. ഇതൊരു സയൻസാണ്. എന്നോട് പലരും ചോദിച്ച വേറൊരു ചോദ്യമുണ്ട്. പലരും നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, എന്തിലാണ് സയൻസ് ഉള്ളത്? ഞാൻ ഭയങ്കര സയൻറ്റിഫിക് ആയിട്ട് എല്ലാ കാര്യങ്ങളെയും നോക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എൻ്റെ വായനയുടെ 80% സയൻസ് റിലേറ്റഡ് പുസ്തകങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നു, ബ്രാൻഡിങ് ഈസ് എ സയൻറ്റിഫിക് ആക്ടിവിറ്റി. വളരെ കൃത്യമായിട്ട് ന്യൂറോ സയൻസും എല്ലാ സയൻസിൻ്റെ എല്ലാ ശാസ്ത്രശാഖകളും ന്യൂറോ സയൻസ് ബേസ് ചെയ്ത് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് ബ്രാൻഡിങ്. അതിലേത് കളർ ഉപയോഗിക്കണം, എന്തുകൊണ്ട് ആ കളർ ഉപയോഗിക്കുന്നു, അതിനൊരു ഒരു ബയസുണ്ടോ? ഒരു കൺഫർമേഷൻ ബയസിൻ്റെ പ്രശ്നമുണ്ട് അവിടെ. നിങ്ങൾ ഇപ്പം KFCക്കും ചിക്കിങ്ങിനും റെഡ് കളർ ആവുന്നത് ഒരു ബയസിൻ്റെ പ്രശ്നമാണ്. നിങ്ങളുടെ ബ്രെയിനിൽ ഓട്ടോമാറ്റിക്കലി ഈ ബ്രാൻഡ് ഈ കളറിലാണ് എന്ന് നിങ്ങളുടെ ബ്രെയിൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതെ. അതിന് വേറൊരു കളർ, അതിൻ്റെ ഡയഗണലി ഓപ്പോസിറ്റ് ഒരു കളർ പോകുമ്പോൾ നിങ്ങൾ ഇയാളെ പഠിപ്പിക്കണം. പക്ഷേ നമ്മൾ പകുതി പണി ഓൾറെഡി നിങ്ങളുടെ ബ്രെയിനിന് അറിയാം, ബ്രെയിനിനെ കുറിച്ച്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ബ്രെയിൻ അൺകോൺഷ്യസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന 80% കാര്യങ്ങളും അൺകോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ബ്രെയിൻ. നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് എന്നൊക്കെ ചിന്തിക്കും, പക്ഷേ എല്ലാ കാര്യം അൺകോൺഷ്യസ് ആയിട്ട് നടക്കുന്നത്. നമ്മൾ റിയാക്ട് ചെയ്യുന്ന പോലെ അൺകോൺഷ്യസ് ആണ്, ഇമ്പൾസസ് ആണ്. ആദ്യത്തെ ചാട്ടം കഴിഞ്ഞിട്ട് ഒരു ഇത്ര സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മുടെ ചിന്ത പോലും കോൺഷ്യസ് മൈൻഡ്, ഇപ്പം ഫ്രണ്ടൽ കോർട്ടെക്സ് പോലുള്ള സ്ഥലങ്ങളൊക്കെ ആക്റ്റീവായിട്ട് വരുന്നത് ബാക്കിലുള്ള സ്പേസുകളൊക്കെ വളരെ സിമ്പിളായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. പട്ടി കുരച്ചാൽ നമ്മൾ ഓടും. ആ സമയത്ത് ഈ പട്ടിയാണോന്നോ ഇത് അൾഷേഴ്സിനാണോന്നോ ഒന്നും നോക്കൂല. ഇതൊരു റിയാക്ഷനാണ്. നമ്മളെ പട്ടി കടിച്ചു, പട്ടി കുറച്ചു, ഇനി ഓടിയല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ഇറ്റ്സ് എ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് അൺകോൺഷ്യസ് മൈൻഡ് എന്നാണ്. അപ്പം നമ്മൾ ഈ ബ്രാൻഡിങ്ങിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ഒരു ന്യൂറോ സയൻസ് ബേസ് ചെയ്തിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ജോബി ഇപ്പോൾ ബ്രാൻഡിങ്ങിലാണ് ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ കുറച്ച് ആളുകൾ സത്യത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ആൾ ഓർത്തിരിക്കുന്നത് ക്യാമ്പയിൻസിൻ്റെ പേരിലാണ്. ക്യാമ്പയിൻസ് ഭയങ്കര സക്സസ്ഫുൾ ആയതിനു ശേഷം ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ പലരും എൻ്റെ അടുത്ത് വരില്ല. പക്ഷേ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പെർട്ടൈസും ടൈമും സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ബ്രാൻഡിങ്ങിലാണ്. റീഡിങ്ങിൻ്റെ കേസിൽ ഞാൻ ഏറ്റവും കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ബ്രാൻഡുകളുടെ ആസ്പെക്ട്സിന്, കളർ ഇതാണ്. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് കൃത്യമായൊരു ധാരണയുണ്ട്, ഈ ലോഗോ ഇങ്ങനെ ആയിരിക്കണം, ലോഗോ എന്തായിരിക്കണം. അപ്പം സയൻസാണ് എന്ത് കമ്മ്യൂണിക്കേഷൻ. ക്രിയേറ്റിവിറ്റി വേറൊരു സാധനമാണ്. നോവൽ എഴുതുന്ന പോലെയാണ്. നോവൽ എഴുതുമ്പോൾ അതിനകത്ത് ഇങ്ങനെ എഴുതാവുന്നൊന്നുമില്ല, അത് നോവൽ വരുന്ന പോലെ എഴുതി പോവാണ്. ഇപ്പം മുറക്കാമിയൊക്കെ പറയലുണ്ട്, ഞാൻ രാവിലെ പേപ്പർ എടുക്കുന്നു ഇരിക്കുന്നു. ഒരു ദിവസം രാവിലെ പുള്ളി 10 കിലോമീറ്റർ ഓടും. 10 കിലോമീറ്റർ ഓടി വന്നാൽ പിന്നെ പുള്ളി എന്ത് ചെയ്യും? എഴുതായിരിക്കും. അത് എന്ത് വന്നാലും പുള്ളി രാവിലെ എഴുതായിരിക്കും. ഇത് എല്ലാ ഫേമസ് എഴുത്തുകാരും പറഞ്ഞിട്ടില്ല. അപ്പോൾ വരുന്നതാണ് എഴുത്ത്. മുൻകൂട്ടി ചിന്തിച്ച സാധനമൊന്നുമല്ല മുറക്കാമി എഴുതുന്നതെന്ന് മുറക്കാമി പല ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. മുറക്കാമി മാത്രമല്ല, ലോകത്ത് എല്ലാ ഫേമസ് എഴുത്തുകാരും പറഞ്ഞിട്ടുണ്ട്, രാവിലെ പേപ്പറിന് മുന്നിൽ ഒരു ബ്ലാങ്ക് പേപ്പർ എടുക്കുന്നു. രാവിലെ നമ്മുടെ ഇപ്പം
പല എഴുത്തുകാരും ഹോട്ടൽ റൂം എടുത്തിട്ട് രാവിലെ പോവും, പേപ്പർ എടുക്കും, ചായ വെക്കും, വരക്കെ എഴുതാൻ തുടങ്ങും. എന്താ എഴുതി എങ്ങനെ എഴുതുന്നൊന്നുമില്ല. പക്ഷേ നമ്മൾ അഡ്വർടൈസിങ് കോപ്പി എഴുതുമ്പോൾ അങ്ങനെയല്ല. കാരണം നമുക്ക് തോന്നി എഴുതാൻ പറ്റില്ലല്ലോ. പേർപ്പസും കാര്യങ്ങളും ഇവിടെ കൃത്യമായൊരു പർപ്പസും കൃത്യമായൊരു ലോജിക്കും ഇതിനകത്ത് റാഷണൽ ഡിഫൈൻ ചെയ്യപ്പെടേണ്ടതുണ്ട്. ഞാൻ നല്ലൊരു കോപ്പി എഴുതി, പക്ഷേ ഇതിൻ്റെ റാഷണൽ ഇതിനകത്തുള്ള സയൻസ് ശരിയാവുന്നില്ല. എൻ്റെ കോപ്പിയല്ല, ഇതിൻ്റെ ബാക്ക് എൻഡിൽ ഇയാൾ വായിക്കുന്ന ഒരാൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ പ്രൊഡക്റ്റ് വാങ്ങണം. അന്ന് രാവിലെ വാങ്ങണം എന്നല്ല ഞാൻ പറഞ്ഞത്. മിനിമം അയാൾ ഒരിക്കലെങ്കിലും അയാളെ കൊണ്ട് പെപ്സി വാങ്ങിക്കുന്ന ആളെ കൊണ്ട് കൊക്കക്കോള വാങ്ങിക്കാൻ പറ്റിയാൽ അതാണ് എൻ്റെ കോപ്പി റെഡിയാണ്, എൻ്റെ കണ്ടന്റ് റെഡിയാണ്. ഇതൊരു ഭയങ്കര ശാസ്ത്രീയമായിട്ട്, ഇതിനകത്ത് ക്രിയേറ്റിവിറ്റിയേക്കാൾ കൂടുതൽ ഞാൻ പറയുന്നത് ഇതിനെ ലാബ് എന്ന് വിളിക്കണം. ഒരു ക്രിയേറ്റീവ് ലാബ് എന്ന് വിളിച്ചാൽ അംഗീകരിക്കാം. ഞങ്ങൾ ഫാക്ടറി ഫാക്ടറിക്ക് ഒരു രസകരമായ ഒരു സാധനമുണ്ട്. ഫാക്ടറി വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അത്രയും സൂക്ഷ്മത കണ്ടന്റിൽ വേണം. ഈ ഓപ്പറേഷണൽ പ്രോട്ടോക്കോൾ ഇപ്പം ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പുസ്തകത്തിൽ അടുത്ത കാലത്ത് ലോകം മാറ്റിമറിച്ച 10 പേരെ കുറിച്ച് ഒരു പുസ്തകം, ഒരു സിലിക്കൺ വാലി എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര രസകരമായൊരു പുസ്തകത്തിൽ ഈ ശാസ്ത്ര കാലഘട്ടത്തിൽ നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി കാലഘട്ടത്തിൽ ഒരേ ഒരാളെ അവർ കൊണ്ടുവന്നിട്ടുള്ളൂ. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ സ്റ്റീവ് ജോബ്സിനെയോ ബിൽ ഗേറ്റ്സിനെയോ അല്ല. അതൊരു ഓപ്പറേഷൻസ്, ഒരു CEO ആണ്. അയാൾ ഒരു ഇന്നോവേഷനും ചെയ്തിട്ടില്ല, ഒരു ഇന്നോവേഷനും ആ മനുഷ്യൻ ചെയ്തിട്ടില്ല. ഇൻ്റൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ CEO ആയിരുന്നു ആൾ. എന്തുകൊണ്ട് അയാളെ സെലക്ട് ചെയ്യുന്നുള്ള റീസൺ ഭയങ്കര രസമാണ്. ഇന്നോവേഷൻ ആർക്കും ചെയ്യാം, പക്ഷേ മൈക്രോചിപ്പ് ഇത്രയും നമ്പർ ഓഫ് ചിപ്സ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നില്ല. ഈ പ്രൊഡക്ഷൻ ഇത് നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സാധനം എനിക്കിപ്പോൾ 2 ലാപ്ടോപ്പ് വേണം. ഈ 2 ലാപ്ടോപ്പ് അടുക്കുള്ള എത്രയോ ചിപ്പുകൾ ഉണ്ടാക്കണം. ഈ ചിപ്പുകൾ ആർക്കും ഇത്ര പെട്ടെന്ന് സ്കെയിലബിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കൊറോണ കഴിഞ്ഞ് എത്രയോ കാലങ്ങൾ നമുക്ക് കമ്പ്യൂട്ടർ കിട്ടില്ലായിരുന്നു, ലാപ്ടോപ്പ് കിട്ടില്ലായിരുന്നു. ഈ ചിപ്പ് സ്കെയിലബിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെ ഒരു ഓപ്പറേഷണൽ പ്രോട്ടോക്കോള് ഡെവലപ്പ് ചെയ്തതിൻ്റെ പേരിലാണ് ഇൻ്റൽ CEOനെ ആ ലിസ്റ്റിൽ കൊണ്ടുവരുന്നത്. ആ ലിസ്റ്റിൽ ബാക്കിയുള്ള ആളുകളൊക്കെ രസമാണ്. നെപ്പോളിയനൊക്കെ ആണെങ്കിലും വേറെ ഉള്ളത്, യേശു ക്രിസ്തു നെപ്പോളിയനൊക്കെ ഉള്ള ഒരു ലിസ്റ്റാണത്, രസമാണ്. അതൊരു ആരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. ഒരു പ്രോസസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇന്നോവേഷനൊക്കെ പറയുന്നു, ഇന്നോവേഷൻ ആർക്കും ചെയ്യാം. ഇന്നോവേഷനൊക്കെ നമ്മളൊരു തോട്ടാണ്. ആ തോട്ടിനെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു ഇൻ്റൽ. അതുകൊണ്ടാണ് ഇൻ്റൽ ഇൻസൈഡ് എന്ന് പറയുന്നത്. ആപ്പിള് ചിപ്പ് ഉണ്ടാക്കാൻ ഒരുപാട് ശ്രമിച്ചു. സ്റ്റീവ് ജോബ്സിൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നായിരുന്നു സ്വന്തമായി ചിപ്പ് ഉണ്ടാക്കുക എന്നുള്ളത്. എന്നിട്ട് ഒടുവിൽ എന്താ സംഭവിച്ചത്? ചിപ്പ് ഉണ്ടാക്കാൻ പറ്റിയില്ല. മോട്ടറോളം ചിപ്പ് വാങ്ങേണ്ടി വന്നു. അതിന് പോയ യാത്രയെക്കുറിച്ച് അയാളുടെ ആത്മകഥ രസകരമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ചിപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര അതൊരു ഓപ്പറേഷൻ. അതുകൊണ്ടാണ് പറഞ്ഞത് കണ്ടൻറ്റിൻ്റെ നിങ്ങൾ ഫാക്ടറി എന്ന് വിളിക്കുമ്പോൾ ആ ഫാക്ടറി എങ്ങനെ ടൊയോട്ടയും ഫോർഡും കൊണ്ടുവന്ന റെവല്യൂഷൻ അതാണ്. 2 വർഷത്തിനുള്ളിൽ കാറുകളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂട്ടാൻ ആർക്ക് പറ്റി? ഈ കമ്പനികൾ, ഫോർഡിനും ടൊയോട്ടയ്ക്കും പറ്റി. കാരണം ഒരു പ്രോട്ടോക്കോൾ അത്രയും ഡിഫൈൻ ചെയ്തു. കണ്ടന്റ് അങ്ങനത്തെ ഒരു പ്രോട്ടോക്കോൾ വേണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 40-40-20 റൂള്. ഈ 40-40-20 റൂൾസ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത് ഉറപ്പാണ്. ഈ വീഡിയോ കാണുന്ന പുതിയ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഒരു കോപ്പി റൈറ്റർ ആവണം. നമ്മൾ ഈ സ്മോൾ പീസ് ഓഫ് കോണ്ടന്റുകളെയാണല്ലോ കോപ്പി എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് റൈറ്റർ ആവണം. ഈ മേഖലയിലെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എത്രത്തോളാണെന്നുള്ളതും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്കൊക്കെയും ഇതിൻ്റെ അകത്തുനിന്ന് ഏൺ ചെയ്യാനും ഗ്രോ ചെയ്യാനും പറ്റുന്നൊരു കേരളത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ? ഇതിൽ ഞാൻ കേരളത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എന്ന് ഞാൻ പറയുന്നില്ല. അതായത് കേരളത്തിൻ്റെ ഒരു പൊട്ടൻഷ്യലിനേക്കാൾ കൂടുതൽ ഇതിനകത്ത് ഈ ലാംഗ്വേജിനുള്ള 2 പ്രത്യേകത, അത് ആരും ശ്രദ്ധിക്കാത്തൊരു പ്രത്യേകതയാണ്. ഇത് പേഴ്സണലായിട്ട് ഞാൻ ലൈഫിൽ പഠിച്ചൊരു പാഠമാണ്. ഞാൻ ഡിഗ്രി പഠിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് ദേവഗിരി കോളേജിൽ ഡിഗ്രി ഇംഗ്ലീഷ് പഠിക്കാൻ പോവാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ ആവാൻ എനിക്ക് പറ്റില്ല. വലിയ മാർക്കൊക്കെ വാങ്ങിയിട്ടും ഡോക്ടർ ആവാൻ ഞാൻ മെഡിക്കൽ എൻട്രൻസ് എഴുതണ്ട എന്ന് തീരുമാനിച്ചിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാൻ പോയി. ഫസ്റ്റ് ഇയറിൽ ഞാൻ നന്നായി വായിക്കുമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഇംഗ്ലീഷ് പഠിക്കാൻ പോയി. അവിടെ എത്തിക്കഴിഞ്ഞ ദേവഗിരിയിൽ എത്തിക്കഴിഞ്ഞ വർഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഇംഗ്ലീഷിൻ്റെ ഗ്രാമറും അറിയില്ല, ഒന്നും അറിയില്ല. ഇത് ഭയങ്കര എഴുതുന്നതൊക്കെ തെറ്റ്. നമുക്ക് ഷേക്സ്പിയർ വായിക്കാനൊക്കെ താല്പര്യം, ഇംഗ്ലീഷ് ഇട്ട് വായിക്കാനല്ല. നമ്മൾ മലയാളം വായിച്ചാണല്ലോ പരിചയം. നമ്മൾ പടിഞ്ഞാറത്തറ എന്ന് പറയുന്ന, കുപ്പാടത്തറ എന്ന് പറയുന്ന, കൽപ്പറ്റയെന്ന് നമുക്ക് ആ കാലത്ത് നാട്ടിലൊരു ജീപ്പ് പോലും ഉണ്ടായിരുന്നില്ല. 4 കിലോമീറ്റർ നടന്ന് മാത്രമേ എനിക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റുള്ളൂ. എനിക്ക് ഇംഗ്ലീഷ് പത്രം കിട്ടണമെങ്കിൽ 21 കിലോമീറ്റർ യാത്രയുണ്ടായിരുന്നു. അന്ന് ഹിന്ദു വരുന്നത് 21 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ ഇംഗ്ലീഷ് പത്രം പോലും ഇല്ലാത്തൊരു നാട്ടിലാണ് നമ്മൾ ജനിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മലയാളം നമുക്ക് ഹാൻഡിൽ അറിയാം, പക്ഷേ ലോകവിവരമൊക്കെ ഉണ്ട്. അന്ന് ഞാൻ +2 പഠിക്കുമ്പോൾ മാത്സ് ക്ലാസ്സിൽ വീരേന്ദ്രകുമാറിൻ്റെ ഗാട്ടും കാണാച്ചാരടും ബാക്കിലിരുന്ന് വായിച്ച് എൻ്റെ ടീച്ചർ പുറത്താക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ലോകവിവരമൊക്കെ ഉണ്ട്, പക്ഷേ എന്തില്ല, ഇംഗ്ലീഷ് നമുക്ക് വായിക്കാറില്ല. പക്ഷേ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളൊരു ആഗ്രഹം ഇംഗ്ലീഷാണല്ലോ, ലിറ്ററേച്ചറാണല്ലോ. മലയാളം പഠിച്ചിട്ട് കാര്യമില്ല, മലയാളം നമുക്ക് അറിയാതെ തന്നെ അറിയാം. അങ്ങനെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ നമ്മൾ വളരെ എഫിഷ്യൻ്റായിട്ട് തോറ്റു.
കാരണം വേറെ നമുക്ക് നോളജ് ഇല്ലാത്തതുകൊണ്ടൊന്നല്ല, ഇംഗ്ലീഷ് നമുക്ക് ഈ സാധനം എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല. അങ്ങനെ ഫസ്റ്റ് ഇയർ ഞാനത് മാനാഞ്ചർ സ്ക്വയറിൽ ഒരു രാത്രി കിടന്നു. ഈ തോൽവിയുടെ ആകാതെ അന്ന് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അടുത്തെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഏത് വലിയ എല്ലാവരെയും വെല്ലുവിളിച്ച് ഞാൻ ഡോക്ടറാവാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്ത് ഇംഗ്ലീഷിൽ തോക്കുകയും ചെയ്തു. മാനാഞ്ചർ സ്ക്വയറിൽ ഇങ്ങനെ കിടക്കുക. അപ്പോൾ രാത്രി അങ്ങനെ ആലോചിച്ച് വാട്ട് ടു ഡു നെക്സ്റ്റ്. അപ്പോൾ ഞാൻ തീരുമാനിച്ചത് എന്തായാലും ഇറങ്ങി തിരിച്ച് ഒന്നല്ല എനിക്ക് 2 ചോയ്സ് വന്നിട്ടുണ്ട്. ഒന്നല്ല ഇത് നിർത്തിയിട്ട് ഹിസ്റ്ററി മറ്റേ പഠിക്കാം. അപ്പോൾ ഞാൻ രക്ഷപ്പെടും. കാരണം ഹിസ്റ്ററി എനിക്ക് എല്ലാ സബ്ജക്റ്റും ഇഷ്ടമുണ്ട്. ഹിസ്റ്ററിയിൽ നിന്ന് മാത്രമൊന്നുമില്ല, ഏത് സബ്ജക്റ്റ് പഠിക്കാൻ എനിക്ക് താല്പര്യം. അപ്പോൾ ഞാൻ തീരുമാനിച്ചു എന്നാൽ ശരി നമുക്ക് പിറ്റേന്ന് ഞാൻ വാശി എന്നാൽ പിന്നെ ഇത് പഠിച്ചിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ ഞാൻ ആദ്യം പിറ്റേന്ന് രാവിലെ ദേവഗിരി ലൈബ്രറി ഫേമസാണ്. ഇപ്പോൾ അവരുടെ ലൈബ്രറി കേരളത്തിലെ നമ്പർ 1 ആണ്. അപ്പം ഞാനന്ന് ലൈബ്രറി കയറി ഒരു ബുക്ക് എടുത്ത്, ഒരു ഇംഗ്ലീഷ് ബുക്ക് എടുത്ത്, ആദ്യം ഒരു നോവൽ എടുത്ത്. ഒരു നിവർത്തിയുമില്ല, ഒരക്ഷരം മനസ്സിലാവുന്നില്ല. അടുത്ത ഡിക്ഷണറി വെച്ച് നോക്കിയാൽ ഇത് സാധനം മനസ്സിലാവില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇത് കുറച്ചൊരു ചെറിയ സാധനമാണ് പോയം. അങ്ങനെ പോയ എടുത്ത് വായിക്കാൻ തുടങ്ങി. പോയം ഒന്നും മനസ്സിലാവുന്നില്ല. സോണറ്റൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കി കിളി പറക്കും. അപ്പോൾ അങ്ങനെ അവസാനം ഞാൻ 20ാം നൂറ്റാണ്ട് 20th സെഞ്ച്വറി ഇംഗ്ലീഷ് ഡ്രാമകൾ വായിക്കാൻ തുടങ്ങി. ഇത് ഭയങ്കര എളുപ്പം. ഇത് കോൺവെർസേഷനാണല്ലോ. ഈ നാടകം എന്ന് പറഞ്ഞാൽ ബേസിക്കലി കോൺവെർസേഷൻ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ഞാൻ 20th സെഞ്ച്വറി ഡ്രാമകൾ മൊത്തമായിട്ട് വായിക്കാൻ തുടങ്ങി. ഇപ്പം ലുക്ക് ബാക്ക് ഇൻ ആങ്കർ ആയാലും അങ്ങനെ ഇപ്പം അങ്ങനെയുള്ള നോവലുകളൊക്കെ ഓൾമൈ സെൻസർ നോവൽ ഈ നാടകങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ഇത് പഠിച്ചു. അപ്പോൾ ഇത് എഴുത്തിലേക്ക് വന്നു. അപ്പോൾ ഈ ലാംഗ്വേജ് പിന്നീട് ലാംഗ്വേജ് പഠിച്ചു. പിന്നെ നമുക്ക് എല്ലാ ലാംഗ്വേജിലും ഒരുമിച്ച് എഴുതാൻ തുടങ്ങി. പിന്നെ നാഷണൽ ഇംഗ്ലീഷ് ഡെയിലികളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു 2 വർഷം കൊണ്ട് വായിച്ച് പഠിച്ചാണ് ഒരു ഭാഷ നമുക്കറിയാമെങ്കിൽ അടുത്ത ഭാഷ ടെക്നിക്കലി പഠിക്കാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ഭാഷയിൽ നിങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. മറ്റേത് പിന്നെ ഒരു ചലഞ്ച് മാത്രമാണ്. നിങ്ങൾ അതിൻ്റെ ഒരു വർഷമോ 1.5 വർഷമോ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് മലയാളം അറിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാൻ അറിയാമെങ്കിൽ എഴുത്ത് എന്ന സ്കില്ല് നിങ്ങൾക്കുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആകെ വേണ്ടത് ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഞാൻ നേരത്തെ പറഞ്ഞോ, നിങ്ങൾ കേരളം ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കണ്ടൻറ്റ് അല്ലെങ്കിൽ കോപ്പി എഴുതുക എന്ന ഒരു സ്കില്ലിൽ മാത്രം ചിന്തിക്കുക. നിങ്ങൾ മറ്റേ ലാംഗ്വേജിലേക്ക് പ്രാക്ടീസ് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ മലയാളം എഴുതുന്ന ഒരാൾ ഇംഗ്ലീഷിലേക്ക് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങളൊരു എഫേർട്ട് എടുത്ത് ഞങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാൻ പറ്റും തിരിച്ചു. അപ്പം ഇത് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഈ ലോകമാണ് നിങ്ങളുടെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു സാധ്യത ഇപ്പം കേരളത്തിൽ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് മാത്രമാണ് ഞാൻ ഈ ഇൻഡസ്ട്രിയുടെ ഒരു സാധ്യത അനലൈസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾക്ക് ഒരു അസിസ്റ്റൻറ്റ് ക്രിയേറ്റീവ് ഡയറക്ടറിലുള്ള ഒരാളെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യാൻ ഒരു 1.5 മുതൽ 2 ലക്ഷം രൂപ വരെ എന്ത് ചെയ്യാനുണ്ട്, കൊടുക്കാൻ മന്ത്ലി കൊടുക്കാൻ തയ്യാറാവും. എന്നിട്ട് കൊച്ചി പോലെ ഒരു നഗരത്തിൽ കഴിഞ്ഞ 6 മാസമായിട്ട് ഞാനൊരു അസിസ്റ്റൻറ്റ് ക്രിയേറ്റീവ് ഡയറക്ടർ തപ്പാൻ തുടങ്ങിയിട്ട് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ വീഡിയോ കാണുന്ന ആളുകളിൽ 1.5 ലക്ഷം 2 ലക്ഷം രൂപ സാലറി ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ കൊച്ചിയിൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യാം അല്ലേ? ഉറപ്പായിട്ടും നമ്മൾ 100% ഇന്ന് ഈ സെക്കൻഡിൽ ഞാൻ ഇൻ്റർവ്യൂവിന് എടുക്കും. കാരണം നമുക്ക് കോപ്പി റൈറ്റേഴ്സിന് ഒരു അസിസ്റ്റൻറ്റ് ക്രിയേറ്റീവ് ഡയറക്ടേഴ്സ് ലെവലിൽ ചിന്തിക്കാൻ പറ്റുന്ന കോപ്പി റൈറ്റ് ഗ്രാമാറ്റിക്കലി കറക്റ്റായിട്ട് ഇപ്പം നമുക്ക് ചാറ്റ് GPT ഒക്കെ ഉണ്ട്. ഈ ചാറ്റ് GPT ഒക്കെ നിങ്ങളുടെ ഗ്രാമർ കറക്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ നിങ്ങളുടെ തോട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഗ്രാമർ കറക്റ്റ് ചെയ്യുന്ന ആളുകളെല്ലാം നമുക്ക് ആവശ്യം. ഒരു പുതിയ തോട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിന് സാധാരണക്കാരന് ഏത് ഭാഷയിൽ എഴുതണമെന്ന് ചിന്തിക്കാൻ പറ്റുന്ന കോപ്പി റൈറ്റർ. ഒരു നല്ല കോപ്പി റൈറ്റർക്ക് ഒരു മിനിമം, ഞാൻ എക്സ്പീരിയൻസ് പറയുന്നില്ല, ഇഫ് യു ക്യാൻ റൈറ്റ് എന്താ പറയുക ബ്യൂട്ടിഫുള്ളായിട്ട് വിത്ത് അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ക്രിയേറ്റിവിറ്റി ആംഗിളൊന്നും ഞാനിതിനകത്ത് പറയില്ല. ഒരു ഏത് സബ്ജക്റ്റിനെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് വേറൊരാൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരാൾക്ക് ഒരു മന്ത്ലി ഒരു 2 lakh rupees സാലറി കൊടുക്കാൻ പറ്റുന്ന എത്രയോ കമ്പനികൾ ഇന്ന് കേരളത്തിലുണ്ട്. അവിടേക്ക് എത്തിപ്പെടാൻ ആൾക്കാരില്ല എന്നുള്ളത്. അവിടേക്ക് എത്തിപ്പെടാൻ ആളുകളില്ലാന്ന് മാത്രമല്ല, ഇന്ത്യ മുഴുവൻ നമ്മളിപ്പോൾ ഒരു റെസ്യൂമിക്ക് വേണ്ടി തപ്പിയാൽ നല്ല കോപ്പി റൈറ്റേഴ്സിനെ കിട്ടില്ല. പിന്നെ ഉള്ള ആളുകളുണ്ട്, അവരുടെ സാലറി എന്താ വെച്ചാൽ ഓൾറെഡി 5-10 ലക്ഷമാണ്. അല്ലെങ്കിൽ അവർ ഓൾറെഡി ഈ പണി നിർത്തിപ്പോയി. ഇപ്പം ഇത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു 10-15 വർഷം കോപ്പി റൈറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ സിനിമ എടുക്കാൻ പോകും. ഈ നല്ല കോപ്പി റൈറ്റേഴ്സൊക്കെ ഒന്നല്ലേ സിനിമയിലാണുള്ളത്, അല്ലെങ്കിൽ അവർ എഴുത്തുകാരെ മാറി. ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്നവരല്ല, സൽമാൻ റഷ്ദി കോപ്പി റൈറ്ററായിരുന്നു, അനിത നായർ കോപ്പി റൈറ്ററായിരുന്നു. അവരൊക്കെ ഇനി സൽമാൻ റഷ്ദി തിരിച്ചു വന്നിട്ട് കേരളത്തിൽ തന്നെ അനീസ് സലീം പോലെയുള്ള ആളുകൾ. അനീസ് സലീം ഇപ്പോഴും കോപ്പി എഴുതുന്നുണ്ട്, പക്ഷേ അനീസ് സലീമിന് നമ്മളറിയുന്ന കോപ്പി റൈറ്ററായിട്ടല്ല. അയാളുടെ നോവലുകൾ വായിച്ചിട്ട് ആവേശം നമ്മൾ അത്രയും നന്നായി എഴുതുന്ന ആളുകൾ പിന്നെ ചിലപ്പോൾ കോപ്പി റൈറ്റിൽ വരും. അവർ ഓട്ടോമാറ്റിക്കലി അവരെന്ത് പൈസ ഉണ്ടാക്കുന്നു എന്നുള്ള അവിടെ ഒരു പാഷനേറ്റായിട്ട് അതിലേക്ക് പോയി നല്ല കോപ്പി റൈറ്റേഴ്സൊക്കെ. കരിയർ ഗ്രോത്ത് ഇതിൻ്റെ അകത്തുണ്ടെന്നല്ല. അപ്പം അങ്ങനത്തെ ആളുകൾ ഇപ്പോൾ കേരളത്തിൽ വളരെ നല്ല കോപ്പി റൈറ്റേഴ്സ് ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്.
ഇപ്പം വളരെ രസകരമായ കോപ്പികൾ എഴുതിയിട്ടുള്ള ആളുകൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ പുതിയ തലമുറയിൽ നല്ല കോപ്പി റൈറ്റേഴ്സ് ഉണ്ടാവുന്നുണ്ടാവാം, നല്ല കോപ്പി റൈറ്റേഴ്സ് ഉണ്ടാവാം, വലിയ വലിയ ഏജൻസികൾ നല്ല കോപ്പി റൈറ്റേഴ്സ് ഉണ്ടാവാം. പക്ഷേ സ്റ്റിൽ നമുക്ക് ഒരു പലതരത്തിൽ, ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഇൻറ്റേർണൽ ഏജൻസികളിലാണ്. അതായത് എൻ്റെ ഒരു കോർ ഏരിയ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഏജൻസികൾ സെറ്റ് ചെയ്യുക. കാരണം ഫാസ്റ്റസ്റ്റ്, ഇപ്പോൾ നമ്മുടെ ഒരു കണ്ടൻറ്റിൻ്റെ പ്രോബ്ലം നമുക്കറിയാം. ഒരു വലിയ കമ്പനിക്ക് ഒരിക്കലും ഒരു എക്സ്റ്റേണൽ ഏജൻസി കൊടുത്തിട്ട് മാത്രമായിട്ട് നിൽക്കാൻ പറ്റില്ല. അത്രയും മീഡിയ പ്ലാറ്റ്ഫോംസ് കൂടുതലാണ്. ഇപ്പം ഫില്ല് ചെയ്യാനുള്ള സോഷ്യൽ മീഡിയ കണ്ടന്റുകളുടെ പ്ലാറ്റ്ഫോംസ് അത്ര കൂടുതലാണ്. നേരത്തെ ഒരു ബ്രാൻഡ് ബിസിനസ് ഒരു വർഷത്തിൽ 3-4 ക്യാമ്പയിൻസ് ഒക്കെ അതിന് ചെയ്തിരുന്നെങ്കിൽ അത് ആകെ പ്രിന്റിന് മാത്രം മതി, അല്ലെങ്കിൽ കോപ്പി മാത്രം മതി. ഇന്ന് എല്ലാ ഇൻസിഡന്റിന് മുകളിലും എല്ലാ ദിവസവും എത്രയോ മീഡിയകൾ സ്റ്റാറ്റസ്. ഇപ്പോൾ ലിങ്ക്ഡിൻ കണ്ടന്റുകളുടെ കോപ്പി വേറെ തന്നെയാണ്, ഇൻസ്റ്റാഗ്രാം കണ്ടന്റുകളുടെ റീലിന്റെ കോണ്ടന്റുകളൊക്കെ. ഒരു എക്സ്റ്റേണൽ ഏജൻസി, ഇപ്പോൾ ഇന്റേണൽ ഏജൻസികളിലേക്ക് വരുന്നതോടുകൂടി അവിടെയും പേയ്മെന്റ് ഭയങ്കര കൂടുതലാണ്. ഒരു ഏജൻസി കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പേയ്മെന്റ് ഒരു ഇൻഹൗസ് ടീമിന് നമ്മൾ വലിയ കമ്പനികൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും പ്രോപ്പർ ആയിട്ടുള്ള കോപ്പി റൈറ്റേഴ്സിന്, ഒരു പ്രോപ്പർ കോപ്പി റൈറ്റേഴ്സിനെ കിട്ടാനില്ല എന്നുള്ളത് റിയാലിറ്റി. ഇപ്പോൾ നമ്മളൊരു 5 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പോലും ആക്ച്വലി ഇവിടെ വന്നു കഴിയുമ്പോൾ അയാളുടെ കോപ്പി റൈറ്റിംഗ് സ്കില്ല്, കോമൺ സെൻസ് ഉണ്ടാവുന്നില്ല. നമ്മൾ ലാസ്റ്റ് ഗതി കെട്ടിട്ട് എക്സ്പീരിയൻസ് വെച്ച് ആളെ എടുക്കും, അവരുടെ പോർട്ട്ഫോളിയോ ഒക്കെ നോക്കും, പോട്ടെ എന്ന് വെച്ചെടുക്കും. പക്ഷേ അവർ വന്നു കഴിയുമ്പോൾ ഇവരുടെ ഈ കോമൺ സെൻസ് ആണ് ഇതിൽ ആക്ച്വലി കോപ്പി റൈറ്റിംഗ് പ്ലസ് കോമൺ സെൻസ്, ഇത് രണ്ടും കൂടെ ഉള്ള ആളെ കിട്ടുക എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ വളർത്തിയെടുക്കേണ്ട സ്കില്ലെന്ന് എനിക്ക് തോന്നുന്നു. കോപ്പി റൈറ്റിംഗ് അല്ലെങ്കിൽ ഗ്രാമർ പഠിക്കാനാണ് നോക്കുന്നത്. ഗ്രാമർ ചിലപ്പോൾ ചാറ്റ് GPT ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കോമൺ സെൻസിൻ്റെ ആംഗിൾ ചാറ്റ് GPT ചെയ്യാൻ പറ്റില്ല. കോമൺ സെൻസ് ഒരു ടൂളിലും ഇല്ല. കോമൺ സെൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇന്നത്തെ കാലത്ത് കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തോ ജോലിക്കൊരു സാധ്യതയിൽ കുറവുമില്ല. അത്രക്കേറെ ആളെ ഇവിടെ ആവശ്യമുണ്ട്. അങ്ങനെ വന്നാൽ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ബ്രാൻഡ് സ്വാമിനെയൊക്കെ സ്കെയിൽ ചെയ്ത് വേറെ ലെവലിൽ എത്തിക്കാൻ പറ്റും. എന്നെപ്പോലത്തെ 5 കോപ്പി റൈറ്റേഴ്സ് ഉണ്ടെങ്കിൽ 5 ബ്രാൻഡ് സ്വാമി ഉണ്ടാക്കാം. 5 കോപ്പി റൈറ്റേഴ്സിന് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഒരു ചലഞ്ച്. ആ ചലഞ്ചായിട്ട് തന്നെ നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ നമ്മുടെ കോളേജുകളിൽ കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെന്ന് പോലും ആരും പഠിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അവർ കണ്ടന്റ് റൈറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്, ടെക്നിക്കൽ റൈറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്. ഈ കണ്ടന്റ് റൈറ്റിങ്ങും ടെക്നിക്കൽ റൈറ്റിങ്ങും അതിനും വലിയ സാധ്യതകളുണ്ട്. പക്ഷേ കോപ്പി റൈറ്റിങ്ങിൻ്റെ സാധ്യതകളോ അതൊന്നും ആരും ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല. നമ്മുടെ ഓഫീസിലൊക്കെ ബ്രാൻഡ് സ്വാമി കൊടുക്കുന്ന അത്രയൊന്നും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിലും ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് കിട്ടുന്ന പാക്കേജൊക്കെ നമ്മുടെ ഓഫീസിലെ കോപ്പി റൈറ്റേഴ്സിന് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. അല്ല, അത് ഞാൻ പറഞ്ഞൊരു മിഡ് ലെവലിലുള്ള ആളുകളാകുമ്പോൾ ആ സാലറി തന്നെ വലുതാണ്. ആ സാലറി ചെറിയൊരു സാലറി അല്ല. കാരണം അത് ഇപ്പം ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ സാലറി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സാലറി സ്കെയിലാണ്. ഇപ്പം എല്ലാ ഏജൻസികളും എനിക്ക് മനസ്സിലാക്കിയ, ഞാനിപ്പോൾ ഒരു 3 ഏജൻസി ഞാൻ തന്നെ റൺ ചെയ്യുന്നുണ്ട്. ഈ 3 ഏജൻസികളിലും ഇതിനേക്കാൾ കൂടുതൽ കൊടുത്തിട്ടുമാണ് നമ്മൾ എല്ലാ കോപ്പി റൈറ്റേഴ്സും എടുക്കുന്നത്. ഒരു 3 years എക്സ്പീരിയൻസ് ഉള്ള മുകളിലേക്ക് എല്ലാവർക്കും ഇതേ സാലറി കിട്ടുന്നുണ്ട്. എന്നിട്ടും ഇപ്പോഴും ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ മുമ്പേ ചെയ്തിരുന്ന ഒരു കാര്യം, ഒരു 2013 മുതൽ ഞാൻ കോപ്പി റൈറ്റേഴ്സിനെ ഹൈബ്രിഡ് മോഡലിലാണ് യൂസ് ചെയ്യുന്നത്. ഈ ബോംബെയിലൊക്കെ ഏജൻസികൾ വർക്ക് ചെയ്ത ആൾ ഫാമിലി ഇഷ്യൂ കൊണ്ട് ഇൻഡോറിലും ഔറംഗാബാദിലൊക്കെ പോയി താമസിക്കുന്നുണ്ടാവും. ഇവരെ ഞാൻ ഹയർ ചെയ്യും. ഇവർ ബോംബെയിൽ ഇവർക്ക് വരാൻ പറ്റില്ല, ഇവരുടെ എന്തോ ഫാമിലി അച്ഛന് സുഖം ഉണ്ടാവില്ല, അതുകൊണ്ട് ഗതി കെട്ടിട്ട് ഇവർ ഔറംഗാബാദ്, അപ്പോൾ ഇവരെ ഞാൻ ഹയർ ചെയ്യും. അല്ലെങ്കിൽ സേലത്ത്, ഈ ചെന്നൈയിലെ ഏതെങ്കിലും വലിയ ഏജൻസി വർക്ക് ചെയ്ത ആൾ അമ്മയ്ക്ക് സുഖമില്ലാണ്ട് സേലത്ത് വന്നിരിക്കുന്നുണ്ടാവും, അവരെ നമ്മൾ ഹയർ ചെയ്യും. ഞാൻ അങ്ങനെയാണ് കഴിഞ്ഞൊരു 10 വർഷമായിട്ട് സത്യത്തിൽ ഞാൻ അങ്ങനെയാണ് ഈ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു കാലത്ത് ബ്രാൻഡ് സ്വാമിയുടെ കോഴിക്കോട് ഓഫീസിൽ മലയാളിയായിരുന്ന 2 പേരുണ്ടായിരുന്നു, ബാക്കിയൊക്കെ നോൺ മലയാളികളായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ കുറേ കൂടിയൊക്കെ മലയാളികളിലേക്ക് വന്നു തുടങ്ങിയത്. അപ്പം ബോംബെ നിന്നൊക്കെയുള്ള ആളുകളെ അവർ കുറേ കൂടി എക്സ്പീരിയൻസ്ഡ് ആണ്, അവർ എക്സ്പോസ്ഡ് ആണ്, അവരുടെ എക്സ്പോഷർ ഭയങ്കര കൂടുതൽ. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ, കോപ്പി റൈറ്റിംഗ് ഭയങ്കര കുറഞ്ഞിട്ടുള്ള, ആളെ കിട്ടാനില്ലാത്തൊരു സൈഡാണ്. കോപ്പി റൈറ്റിങ്ങിലേക്ക് കൂടുതൽ ആളുകൾ വരണം. അതിൻ്റെ ഒരു റിക്വയർമെൻറ്റ് എല്ലാ തരത്തിലുണ്ട്. മാർക്കറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഞാൻ ക്രിയേറ്റീവ് റൈറ്റിംഗ് ഒന്നും ഞാനിപ്പോഴും ഉപയോഗിക്കുന്നില്ല. ക്രിയേറ്റീവായിട്ട് അങ്ങനെ കോർപ്പറേറ്റ് മെറ്റീരിയൽസ് എഴുതാൻ പറ്റും. ഇപ്പം ഒഗ്ലിവി പോലെയുള്ള ലോകത്തെ ഫേമസ് ആയിട്ടുള്ള കോപ്പി റൈറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്, യൂസർ മാനുവൽ വായിക്കുക എന്നുള്ളതാണ് ഒരാളുടെ ഏറ്റവും വലിയ സ്കില്ലെന്ന്. ഈ റോൾസ് റോയ്സിൻ്റെ പരസ്യം എഴുതുന്ന സമയത്ത്, റോൾസ് റോയ്സിൻ്റെ ലോകപ്രസിദ്ധമായ പരസ്യം എഴുതുന്ന സമയത്ത് അതിൻ്റെ ഐഡിയ ക്രാക്ക് ചെയ്തത് അയാൾ വേറൊരു ഐഡിയയും കിട്ടാതെ, ഒന്നും സംഭവിക്കാതെ, ഒരു പുതിയൊരു ആശയം കിട്ടാതിരുന്ന് രാത്രി ഗതികെട്ടിട്ട് യൂസർ മാനുവൽ വായിച്ചപ്പോൾ യൂസർ മാനുവലിനുള്ളിൽ പറയുന്നതാണ്, ആ കോപ്പി ഇങ്ങനെയായിരുന്നു: 80 കിലോമീറ്റർ 80 മൈൽ പെർ അവറിൽ റോൾസ് റോയ്സിൽ ഏറ്റവും വലിയ ഒച്ച അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് വാച്ചിൻ്റെ ആണ്, ഇലക്ട്രിക് ക്ലോക്കിൻ്റെ ആണെന്നുള്ളതാണ് ആ കോപ്പി. അതിനേക്കാൾ ഒച്ച ഇഞ്ചിൻ്റെ വേറൊരു ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. അപ്പം ഇത് യൂസർ മാനുവലിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയെന്നാണ്
ഈ കണ്ടന്റ് അപ്പോൾ യൂസർ മാനുവൽ വായിച്ച് ഗതി കെട്ടിട്ട് എനിക്ക് ആ ക്രിയേറ്റീവ് ഡയറക്ടറെ ചിന്തിക്കാൻ പറ്റും. അയാളുടെ ഒരു ഐഡിയ ഇല്ലാണ്ട് യൂസർ മാനുവൽ ലാസ്റ്റ് ഗതി കെട്ടിട്ടെന്നാൽ പിന്നെ യൂസർ മാനുവൽ വായിച്ച് കളയാം എന്ന് ചിന്തിക്കുന്ന തരത്തിൽ ഇപ്പോഴത്തെ യൂസർ മാനുവലൊക്കെ വളരെ ചെറുതാണ്. കാരണം എല്ലാം ഓൺലൈനിലുണ്ട്. പണ്ട് ഞാൻ VPL വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ഡിവിഷൻ യൂസർ മാനുവൽ ഉണ്ടാക്കുന്ന പണിയായിരുന്നു. അന്ന് 160 പേജ് 170 പേജുള്ള സാധനമാണ് യൂസർ മാനുവൽ. യൂസർ മാനുവൽ ഉണ്ടാക്കി മരിക്കും. ഞങ്ങളതൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യുക. എത്രയോ യൂസർ മാനുവൽ അതൊക്കെ ഇരുന്ന് സൂക്ഷ്മമായിട്ട് വായിക്കണം. ഒരു സിമ്പിൾ തെറ്റിപ്പോയാൽ കഴിഞ്ഞ് റൈറ്റിലേക്ക് തിരിക്കുന്നതിന് പകരം അതാണ് അതിൻ്റെ അതവിടെ ഒരു ഭയങ്കര രസകരമായൊരു സാധനം. ഈ ബട്ടൺ റൈറ്റിലേക്ക് തിരിക്കുന്നതിന് പകരം ലെഫ്റ്റ് ബട്ടൺ ഞെക്കണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് ആ വിഷയം അടിച്ചു പോകും. അപ്പോൾ ഇതെത്ര സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട ഒരു പണിയാണ്. അപ്പോൾ ആ യൂസർ മാനുവൽ ഉണ്ടാക്കിയത് ഞങ്ങളൊക്കെ എത്രയോ യൂസർ മാനുവൽ ഉണ്ടാക്കുമായിരുന്നു. അതൊരു രസമുള്ള പരിപാടിയാണ്. അത് നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല. അതിനകത്ത് ഒരു പ്രാക്ടിക്കൽ ഒരു സൂക്ഷ്മതയുടെയൊക്കെ ഒരു സാധനമുണ്ട്. അപ്പം കണ്ടൻറ്റ് മേക്കേഴ്സിൻ്റെ ഒരു കാലമാണിത്. ഈ കണ്ടൻറ്റ് ചിന്തിക്കുന്ന സമയത്ത് അത് കോപ്പി റൈറ്റിംഗ് മാത്രമായിട്ട് ഇപ്പം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പോൾ ഒരു കോപ്പി ഇല്ലാത്ത കോപ്പി എഴുത്തുകാരുണ്ട്. ചിലപ്പോൾ ഒരു കോപ്പി എഴുതേണ്ടി വരില്ല. വേണോ ഒരു കോപ്പി ആ സാധനത്തിൽ ഉണ്ടാവില്ല. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു വളരെ രസകരമായൊരു ക്യാമ്പയിൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് 2 QR കോഡ് വെക്കുക എന്നുള്ളത് ഐഡിയ നമ്മൾ കോപ്പി റൈറ്റേഴ്സാണ് പറയുന്നത്. ഡിസൈനാണ് 2 QR കോഡ് മാത്രം, ഒന്നുമില്ല. 2 QR കോഡ് ഇത് ആര് കണ്ടാലും തുറന്ന് ഇത് വായിച്ചു പോയിക്കോളും. ഞങ്ങളന്ന് പറഞ്ഞൊരു ഐഡിയ വെച്ചാൽ ഈ QR കോഡ് മാത്രം വെക്കുക, കോപ്പി വേണ്ട, ഒന്നുമില്ല, പരസ്യത്തിൽ QR കോഡ് മാത്രം. സൗകര്യമുള്ളവരൊക്കെ എടുത്ത് വായിക്കും. വെറുതെ ഒരു QR കോഡ് വെക്കൂലല്ലോ. ഈ QR കോഡ് വളരെ എളുപ്പത്തിൽ വായിക്കാവുന്ന സാർ. എന്തായാലും ക്യൂരിയോസിറ്റി കൊണ്ട് ഇവരിത് അതിനടിയിൽ നമ്മളിത് പ്ലീസ് ടാപ്പ് ഇട്ട് റീഡ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് പോയി. അത് പറയാതിരുന്നാൽ പിന്നെ ഇൻട്രസ്റ്റ് ആയി. ഈ പഴം നിങ്ങൾ കഴിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ആ പഴമാണ് നമ്മൾ കഴിച്ചത്. ആ പഴം കഴിച്ചു നോക്കി. QR കോഡ് അവിടെ വെച്ച് കഴിഞ്ഞാൽ QR കോഡ് അറിയാനല്ലോ സ്കാൻഡസ് എന്നൊക്കെ എഴുതാം. അപ്പോൾ എഴുതാതിരിക്കുക എന്നുള്ളത് എന്താണ്? ഇത് മൈക്കലാഞ്ചലോ പറഞ്ഞ പോലെയാണ്. മൈക്കലാഞ്ചലോ ഇവിടെ ഒരു ശില്പം ഉണ്ടാക്കുമ്പോൾ കൊത്തുന്നതല്ല, ഏത് ഭാഗമാണ് ഈ ശില്പം അല്ലാത്തതെന്ന് കണ്ടെത്തുന്നവരാണ് ശില്പി. എന്താണ് എഴുതാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാനതിൽ ഒരു രസകരം എഴുത്തിൻ്റെ ഒരു കാര്യം വരുമ്പോൾ ഞാൻ എഴുതിയിട്ടുള്ള ഏറ്റവും രസകരം, ഞങ്ങൾ വൈറലാക്കിയ ഒരു വീഡിയോ ആയിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അധികം കണ്ടൻറ്റൊന്നും വൈറലാവാതിരുന്ന കാര്യത്തിൽ 2014 ഞങ്ങളൊരു സ്ത്രീയുടെ കഥ, ഒരു ട്രെഡ്മില്ലിൽ 60 ദിവസം ഓടി തടി കുറച്ച് ഭർത്താവിന് ലിവർ കൊടുക്കുന്ന ഒരു സ്ത്രീയുടെ കഥ, സംസ്കാരം. അത് ഞങ്ങൾ വീഡിയോ ആക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് ഒരു ചലഞ്ചും ഉണ്ടായിരുന്നില്ല. ആ വീഡിയോ മിഥുൻ മാനുവലാണ് ഡയറക്റ്റ് ചെയ്തത്. അപ്പം ഞങ്ങൾ ആ സ്റ്റോറി എൻ്റെ മനസ്സിലേക്ക് വരുന്ന അങ്ങനെ ഞങ്ങൾ ഒരുപാട് പ്രൊഡക്ഷൻ ഹൗസിലെടുത്ത് പോയി. അന്ന് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മളത്തിൽ പ്രൊഡക്ഷൻ ഹൗസിലെടുത്ത് പോയി. ഇവരൊന്നും പറയുന്ന കഥ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഞാൻ ലാസ്റ്റ് മാനേജറോട് പറഞ്ഞു, ഈ ബ്രാൻഡ് മാനേജറോട് പറഞ്ഞു, നിങ്ങളുടെ കുറച്ച് പേഷ്യൻസിൻ്റെ കഥ കേൾക്കണം. അപ്പോൾ വളരെ ഒരു 2ാമത്തെ 3ാമത്തെ കഥയായിരുന്നു ഈ സ്ത്രീയുടെ കഥ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മതി, സംഭവം അടിപൊളിയാണ്, കഥ ഇത്രയേ ഉള്ളൂ, വളരെ വളരെ സിമ്പിളാണ്. ഒരു ഹസ്ബൻഡിൻ്റെ ലിവർ മോശമാവുന്നു, ലിവർ കേടാവുന്നു. അപ്പോൾ ഇത് അടുത്ത ഇത്ര മാസത്തിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ ആൾ മരിച്ചു പോകും. കൊടുക്കാമെന്ന് പറഞ്ഞ സിസ്റ്ററാണ്. സിസ്റ്റർക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ അടുത്ത ദിവസം പേടിയായി, കൊടുക്കുകയാണല്ലോ. അപ്പോൾ എന്ത് ചെയ്തു, സിസ്റ്റർ വിഡ്രോ ചെയ്തു. അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് അധികം കാലം കിട്ടിക്കോണമെന്നില്ല, സോ നമുക്ക് എന്തെങ്കിലും ചെയ്താൽ പറ്റില്ല. അപ്പോൾ ഈ വൈഫ് എന്ത് പറഞ്ഞു, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഫാറ്റി ലിവർ ഉണ്ട്, തടി കൂടുതലാണ്, തടി കുറയ്ക്കാണ്ട് ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല, ദിവസവും കയ്യിൽ കുറവാണ്. അപ്പോൾ ഇവർ തിരിച്ചു വരുന്ന വഴിക്ക് ഈ വിജയേട്ടൻ ഒരു ഡ്രൈവറാണ്. ഡ്രൈവറുടെ അയാളുടെ മുതലാളിയുടെ വീട്ടിൽ പോയി വരുന്ന വഴിക്ക് അവിടെ ഒരു ട്രെഡ്മില്ല് വെറുതെ കിടക്കുന്നു. അപ്പോൾ ഈ ട്രെഡ്മില്ല് മോളാണ് ഉപയോഗിക്കുന്നത്, അത് മുതലാളിയുടെ മോൾ ഉപയോഗിക്കുന്ന ട്രെഡ്മില്ലാണ്. അപ്പോൾ മോളോട് ചോദിക്കണം ഞാൻ ഇതെടുത്തോട്ടെ. അപ്പോൾ ഈ ട്രെഡ്മില്ല് എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് 60 ദിവസം കൊണ്ട് തടി കുറച്ചിട്ട് ഈ സ്ത്രീ എന്ത് ചെയ്യുന്നു, ഭർത്താവിന് ലിവർ കൊടുക്കുന്നു. ഈ കഥ കേട്ടപ്പോൾ തന്നെ കഥ മനസ്സിലായി. ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ വേറൊരു ചേഞ്ചും ഇല്ല. പക്ഷേ എനിക്ക് അന്ന് എൻ്റെ ഉള്ളിൽ തോന്നിയൊരു ഡൗട്ട് എന്താ വെച്ചാൽ, ഇതൊക്കെ കഴിഞ്ഞ് ആദ്യമായിട്ട് ഈ ഭർത്താവ് ഭാര്യയെ കണ്ടപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഇതെന്നെ സംബന്ധിച്ച് ഭയങ്കര എനിക്ക് ആ ചോദ്യം എൻ്റെ മനസ്സിൽ നിന്ന് പോകില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് രാത്രി ഇയാളെ കാണണം. അപ്പോൾ ഞാൻ ഈ വരാൻ നമുക്ക് ഇയാളെ ഒന്ന് കാണാൻ പറ്റുമോ? അപ്പോൾ അന്ന് രാത്രി ഞങ്ങൾ ഇയാളുടെ വീട്ടിൽ പോയി, വിജയേട്ടൻ്റെ വീട്ടിൽ പോയി. വിജയേട്ടൻ ഈ ഒറ്റ ചോദ്യം ചോദിക്കാറുള്ളൂ, ബാക്കിയൊക്കെ ത്രൂ ആണ്, കഥയൊക്കെ നമുക്ക് മനസ്സിലായി, വേറെ ആരുടെ ഹെൽപ്പ് വേണ്ട. ഒറ്റ ചോദ്യം ചോദിച്ചു, വിജയേട്ടാ ഇത് എന്തായിരുന്നു നിങ്ങൾ ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ ഈ വിജയേട്ടൻ എന്നോട് ആക്ച്വലി പറഞ്ഞത് ഇപ്പോഴാണ് മോളെ നീ ശരിക്കും എൻ്റെ കരളായത് എന്നാണ്. പക്ഷേ ഈ വീഡിയോയിൽ ഇതില്ല. കാരണം ഇത് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഫണ്ണായി മാറുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഇമോഷണൽ സാധനങ്ങൾ പോയി. അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ ഒമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കോപ്പി റൈറ്റിംഗ്. ഇത്രയും ഞങ്ങളതായത് 60 മില്യൺ ആളുകൾ ആ വീഡിയോ അന്ന് കണ്ടിട്ടുണ്ട് 2014. നമുക്കൊരു വൈറൽ ടെക്നോളജി അറിയാതിരുന്ന, വൈറൽ മാർക്കറ്റിംഗും അറിയാതിരുന്ന കാലത്താണ് നമ്മൾ ഈ സാധനം ചെയ്തു. അപ്പോൾ ഈ ഒരു വാചകം വെച്ചിരുന്നെങ്കിൽ ഒരാളും ഇത് കാണൂലായിരുന്നു.
എല്ലാവരും ചിരിക്കുമായിരുന്നു. പക്ഷെ അവസാനം നമ്മൾ പറഞ്ഞ വെച്ചാൽ സം സ്കാർസ് ആർ വർത്ത് ഇറ്റ് എന്നാണ്. അപ്പോൾ എന്നോട് പലരും ചോദിച്ചു, ഇത്രയും ബുദ്ധിമുട്ട് പിടിച്ചൊരു വാചകമൊക്കെ ക്യാമ്പയിനായിട്ട് ആളുകൾ അംഗീകരിക്കും. അന്ന് ഞങ്ങളുടെ മുന്നിൽ വന്നൊരു ചോദ്യമാണ്, സം സ്കാർസ് ആർ വർത്ത് ഇറ്റ്. ഒന്നാമത് കേരളത്തിൽ മലയാളി വർക്ക് ചെയ്യുള്ളൂ എന്ന് പറയുന്ന ഒരു ഓഡിയൻസ്, ഇത്രയും ഇമോഷണലായ ഒരു വീഡിയോയ്ക്ക് ഇത്രയും വലിയൊരു സെൻറ്റൻസ് ആവശ്യമുണ്ടോ? അപ്പോൾ നമ്മളതിൽ ഉറച്ചു നിൽക്കുകയാണ്, മലയാളം വേണ്ട, ഇത് മലയാളം വെച്ചത് പൊട്ടും, ഇതും ഇംഗ്ലീഷിൽ പോയാൽ മതി, നമ്മളിങ്ങനെ വാശി പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വാചകമൊന്നും ഇല്ലാതെ വളരെ സോളിഡായിട്ട് പറഞ്ഞാലും ആളുകൾ ഇഷ്ടപ്പെടും. നമ്മൾ കഥ പറയുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബേസ്. പക്ഷേ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റണം, അത് എന്ത് എഴുതരുത് ചിന്തിക്കാൻ പറ്റുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. അതാണ് ഇല്ലാത്തത്. എന്തും എഴുതാൻ പറ്റിയ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തുള്ള ഒരു 1 പേജ് ലീഫ്ലെറ്റ് വേണം, 1 പേജ് ലീഫ്ലെറ്റ് ആയിട്ട് 10 പേജ് വേണം. ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഒരു പേജ് എഴുതുക, അല്ലെങ്കിൽ ഒരു പേജിലെ 4 വാക്ക് എഴുതണമെങ്കിൽ എനിക്ക് 2 ദിവസം വേണം. അതുകൊണ്ട് എഴുതാൻ പോകാറില്ല. എനിക്കൊരു വാചകം, ഒരു PPT ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് എത്രയോ നേരം വേണം. ഇന്നലെ ഞാനൊരു ഗോ ടു ഹിറ്റ് മാർക്കറ്റ് പ്ലാൻ ഇന്നലെ രാത്രി 3 മണിക്ക് തുടങ്ങിയിട്ട് 9ാമത്തെ സ്ലൈഡ് ഞാൻ എഴുതുന്ന രാത്രി 11:30. 9 സ്ലൈഡ് ടോട്ടൽ എഴുതിയിട്ടുണ്ടാവും, ഒരു 200 വാക്ക് ഉണ്ടാവില്ല. പക്ഷേ 9ാമത്തെ സ്ലൈഡ് ഞാൻ എഴുതുന്നത് രാത്രി 11:30. 8 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് 200 വാക്ക് എഴുതാൻ വേണ്ടി എടുക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ബ്രോഷർ എന്ന് പറഞ്ഞാൽ ഉടനെ വരുന്നു. ബ്രോഷർ 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ബ്രോഷർ റെഡി. എന്തും അതാണ്. അപ്പം എന്ത് എഴുതരുത് എന്ന് ചിന്തിക്കാൻ പറ്റാനുള്ള കോപ്പി റൈറ്റേഴ്സിനെയാണ് നമുക്ക് വേണ്ട, എഴുതുന്ന ആളുകളെ നമുക്ക് വേണ്ട. ഒരുപാട് നന്ദി ബ്രാൻഡ് സ്വാമി. നമ്മൾ ആരംഭിച്ചത് 8ാമത്തെ വയസ്സിൽ പത്രങ്ങളുടെ തലക്കെട്ടുകൾ വായിച്ചു തുടങ്ങി. വയനാട് പടിഞ്ഞാറത്തറയിൽ നിന്നും പിന്നീട് ഡോക്ടർ ആവാൻ വേണ്ടി വീട്ടുകാരെ നിർബന്ധിച്ചപ്പം അന്ന് ഒരു വലിയ നോ പറയുകയും 20ാമത്തെ വയസ്സിൽ മലയാള മനോരമയുടെ ഓൺലൈനിൽ തൊഴിൽ വീതിയിലാണ് കരിയർ ആരംഭിച്ചത്. പിന്നീട് അങ്ങോട്ട് ഇന്ന് ഈ സമയം വരെ ലോകത്തെ പല വേൾഡ് ക്ലാസ് ബ്രാൻഡുകളുടെയും സ്ട്രോങ് കമ്മ്യൂണിക്കേഷനിൽ, അവരുടെ കോണ്ടന്റിൽ, അവരുടെ മാർക്കറ്റിങ്ങിൽ അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആരംഭിച്ചത് ശരിക്കും ജീസസ് ക്രൈസ്റ്റിൽ നിന്നാണ്. പിന്നെ ഗീബൽസും ഹിറ്റ്ലറും റേഡിയോളജിയുടെ മാഗസിനും തുടങ്ങി ബ്രോഷറും, നമ്മളിന്ന് റോഡുകളിലൊക്കെ കാണുന്ന പല ഹോർഡിങ്സുകളുടെ കോപ്പി റൈറ്റിങ്ങിലും കോണ്ടന്റുകളുടെ ഒരു പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ്, അങ്ങനെ തുടങ്ങി 40-40-20 റൂളൊക്കെ ആയിട്ട് വളരെ സംഭവബലമായ ഒരു പോഡ്കാസ്റ്റ് തന്നെയായിരുന്നു. ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇന്നത്തെ ഈ പോഡ്കാസ്റ്റിലൂടെ ഒരുപാട് വലിയ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടിക്കാണും. ഇന്നത്തെ ഈ സമയം ഞങ്ങൾക്ക് നൽകിയതിനും ഞങ്ങളുടെ ഈ ഒരു മാനുഫാക്ചറിങ് സ്റ്റുഡിയോയിലെത്തി ഈ പോഡ്കാസ്റ്റിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.